സഹിക്കാൻ പറ്റാത്ത ചൂടിൻ്റെ അവസ്ഥയിരുന്നുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാരാന്ത്യ സംസാരം തന്നെ തുടങ്ങുന്നത് കൊടുങ്ങൂർ ബാർവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട്. പക്ഷേ വാരാന്ത്യം എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സമയം കിട്ടുമ്പോൾ, സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് പറയാനുള്ളത് പറയുക എന്ന ദൗത്യം ഏറ്റെടുക്കുക ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഒരു നിശ്ചയം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 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 അച്ചടക്കമില്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടു പോകും. ചിലപ്പോൾ നീണ്ടുപോകുന്നത് നന്നാവുകയും ചെയ്യും. നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് തിരിച്ചറിയാം. നമ്മളെടുത്ത് നിലപാട് മാറ്റേണ്ടി വരും. അങ്ങനെ പല സംഭവങ്ങളും കടന്നു വരികയാണ്. എന്തായാലും പിന്നെ ഒരു അലസതയും കൂടി വരുന്നുണ്ട്. നമ്മൾ പറയാതിരിക്കുമ്പോൾ അതങ്ങനെ എന്തിനു പറയണം എന്നൊരു തോന്നലൊക്കെ നമുക്കുണ്ടാവുകയും ഇതിനു വേണ്ടി അന്വേഷിക്കാനും സംസാരിക്കാനും ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ട്, തലച്ചോറ് പറയും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഒരു എനിമൽ എന്ന നിലയ്ക്ക് നാം എന്തെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ പ്രയോജനപ്രദവും അത് വലിയൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ്, ആ ബോധ്യത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പലതും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ ഈ വേദിക്ക് വയ്ക്കാം. ഇത് പലപ്പോഴും ഞാൻ കുറിപ്പൊക്കെ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ പറയുന്ന ഓർഡർ കൃത്യമായിട്ട് ഓർഡറിലായിരിക്കാൻ പലപ്പോഴും പറ്റാറില്ല. പിന്നെ അത്രയും ഒരു കൃത്യമായിട്ടുള്ളൊരു എഡിറ്റിങ്ങും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാലാവസ്ഥയുടെ ചൂട് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വെള്ളമില്ലായ്മ, അതുപോലെ തന്നെ ശരീരോഷ്മാവ് കൂടുന്നു. പലപ്പോഴും ഞങ്ങളുടെ മുന്നിലത്തെ റോഡ് പണിയുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കും. ഈ കീഴിൽ പണിയുന്ന ആൾ അവിടെയും ചൂട്, റോഡിലും ചൂട്, മുകളിലും ചൂട്, അവസ്ഥയിൽ അവർ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും വലിയ രീതിയിലുള്ള ശമ്പളമൊന്നും ഉണ്ടാവില്ല. ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ അത് മദ്യത്തിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മദ്യം കഴിച്ച് അവസാനിപ്പിക്കും. ആ മദ്യം അപകടമാണെന്നുള്ള വാസ്തവമാണ്. ആ പാവങ്ങളുടെ കയ്യിൽ പിറ്റേ ദിവസം 2 രൂപ കിട്ടിയ കടമേടിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ മദ്യത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമ്മൾ ശക്തമാക്കണം എന്ന് തന്നെയാണ് എനിക്ക് കോടന്നൂർ സമരത്തോട് ബന്ധപ്പെടുത്തിയും അല്ലാതെയും പറയും. എന്നാൽ ചിലർ പറയും UDF ഭരണകാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ മദ്യത്തിൻ്റെ ഉപയോഗം കൂടുന്നതുമൊക്കെ. ഒരു UDF LDF, ഞാൻ നേരത്തെ UDFൻ്റെ ആണ് LDFൻ്റെ ആണെന്ന് ധാരണയാണെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നു. ചില സമ്മതിക്കാർ ചില UDF വന്നാൽ ഗംഭീരമാവുമെന്നും LDF പോയാൽ മദ്യത്തിൻ്റെ ഈ വ്യാപനം പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ചില മഹാന്മാർ കുറേ കാലങ്ങളായിട്ട് UDFനെ വിജയിപ്പിക്കൂ, മദ്യനിരോധനം വിജയിപ്പിക്കാമെന്ന് പറയും. പക്ഷേ അവർ ആഹ്വാനം ചെയ്യുന്നതോറും LDF ജയിക്കും കൂടി ചെയ്തു. ഇങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ എന്താണ്, ഞങ്ങളുടെ വോട്ട് മദ്യനിരോധനത്തിനെതിരായിട്ടുള്ള ആളുകൾക്ക് അല്ല എന്ന് പറയുമ്പോഴെന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ജയിച്ചു പോകുമ്പോൾ ഇതും കൂടി അതിൽ അംഗീകരിക്കപ്പെടും. അതുകൊണ്ട് ഇത്യാദി വിഷയങ്ങൾ ഇതിലേക്ക് കിടന്ന കാര്യമില്ല. കാരണം ഇത് ഈ മദ്യം എന്ന് പറയുന്നത് UDF LDFൻ്റെ പ്രശ്നമല്ല. ആര് ഭരിച്ചാലും ഈ മദ്യം ഒഴിവാക്കാൻ ഭരണകൂടത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, ജനം മനസ്സിലാക്കണം, അതിന് മാറ്റം ഉണ്ടാവണം. പ്രതിരോധ സമരങ്ങളും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എത്രയോ വളരെ ഗംഭീര അഴിമതിക്കെതിരായിട്ടുള്ള വലിയ സമരം നടത്തി അന്നാസാരെ പോലുള്ള ആളുകൾ വലിയ പ്രതീക്ഷ നൽകിയതാണ്. ആ പ്രതീക്ഷയിൽ നിന്ന് ഉയർന്നു വന്നതാണ് കെജ്രിവാൾ. ആ കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് മാസത്തിൽ. പുതിയ മദ്യനയം നടപ്പാക്കിയെന്നാണ്. ആ മദ്യനയത്തിൻ്റെ ഗുണവംശം പറയുന്നത് അതിൻ്റെ പൈസ കൊണ്ട് സ്കൂളുകൾ മറ്റതൊക്കെ ചെയ്യും. അതെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ തെറ്റും അവിടെ ശരിയാവില്ല. ഇതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലായിടത്തും മദ്യത്തിൻ്റെ സംഗതികൾ നടക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴും മദ്യനിരോധനം നടപ്പാക്കിയിട്ടില്ല, BJP നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറം
മാനവശേഷിയെ നശിപ്പിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി നമ്മളെടുത്ത് എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഈ കെജ്രിവാളിൻ്റെ കാര്യം പറയുമ്പോൾ കെജ്രിവാളിനെ അകത്താക്കുന്നതോടി മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്, നമുക്ക് അഴിമതിക്കെതിരായിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം പോലും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നിരാശാജനകമായൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണ്. കാര്യം, ഇതിനെയൊക്കെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് പോലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. തെറ്റ് ചെയ്തൽ ഈ മദ്യ നയത്തിൽ അഴിമതി ഉണ്ടാകാം, ഗോവയിൽ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല, ഉണ്ടാവില്ല എന്നുണ്ട് വിശ്വാസം. പക്ഷേ ഈ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ ജനങ്ങളും അങ്ങനെയാണ്. ഫ്ലക്സുകൾ കൂടുതൽ വേണം, പോസ്റ്ററുകൾ കൂടുതൽ വേണം, വർണ്ണാഭമായ സംഗീതം വേണം, ബാൻഡ് സെറ്റ് വേണം, ഇതിനൊക്കെ പണം വേണം. ഇപ്പോൾ കണക്കുകൾ പറയുന്നത് ഒരു 1.5 കോടി രൂപ 150 കോടി രൂപ ഉണ്ടെങ്കിലേ ലോക്സഭ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കൂട്ടിയിട്ട് 75 കോടിയൊക്കെ ആക്കി എന്ന് പറയുന്നു. അപ്പോൾ ഈ 150 കോടി 100 കോടിയൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ ആർക്കാണ് സാധിക്കില്ല. ഇപ്പോൾ സീതാരാമൻ ധനകാര്യമന്ത്രി സീതാരാമൻ എന്തുകൊണ്ട് ഇലക്ഷൻ നിൽക്കുന്നില്ല ചോദിച്ചപ്പോൾ ഈ ഭീമമായ പണം പ്രയോജനപ്പെടുത്താനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ലോക്സഭയിലേക്കില്ല എന്ന് പറയും കൂടി ചെയ്തത് ഇതും കൂടി കൂട്ടി വായിക്കണം. എന്തായാലും ഈ മദ്യത്തിൻ്റെ ഈ വ്യാപനം നീരാളിപ്പെടുത്തുന്നത് മോചിതമാകണമെങ്കിൽ സാധാരണ ജനങ്ങൾ, അമ്മമാർ കൂട്ടായി വർദ്ധിപ്പിക്കണം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാണാൻ ഇതൊരു സംഘടനാ രീതിയായിട്ട് മാറ്റാനും പാടില്ല. ഒരു സംഘടനയിൽ പ്രസിഡന്റ് പത്രത്തിൽ പ്രസ്ഥാനം മാത്രമല്ല, ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉടനോട് തന്നെ 15 വർഷം കഴിഞ്ഞു, ഏകദേശം 15 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ 15 വർഷം ഇപ്പോൾ ഒരു ദിവസത്തെ സമരമല്ല, 15 വർഷമായി തുടക്കം തന്നെ അവർ പറയുകയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വേച്ഛാധിപത്യമായാലും സാമ്രാജ്യത്വ അല്ലെങ്കിൽ ഏകാധിപത്യവും പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല. ഇതുപോലെ തന്നെയാണ് മദ്യത്വവും. ഇപ്പോൾ ഞങ്ങൾ കുട്ടിലൊരു തോട്ടപ്പടിയിൽ സമരം പറഞ്ഞാണ് ഇത് വഴിയോടെ ആളുകൾക്ക് നടക്കാൻ പറ്റില്ല എന്ന് ആരും വിശ്വസിച്ചില്ല. അവസാനം ആ ഉടമസ്ഥൻ്റെ വീടിൻ്റെ പടിക്കൽ നിന്നുകൊണ്ട് വീടിന് അഭിമുഖമായി മൂത്രമൊഴിക്കാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴവർക്ക് ബുദ്ധിമുട്ടായി, കല്യാണാലോചന ഒരു വരാതെയായി, വീട്ടിലെ ആളുകൾ നടക്കാൻ പറ്റാണ്ടായി. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രശ്നമായി. അപ്പോഴേക്കും അവരവിടെ സ്ഥാപിക്കണം. ഒരു കൊല്ലമാണ് ഞങ്ങൾ സമരം ചെയ്തത്. എന്തൊക്കെ പുലിവാലുകളാണ് പിടിച്ചത്. ഇവിടെ അതുപോലെ പറഞ്ഞു, ഇത് നല്ല കോടനോട് നല്ല രമണീയമായ സ്ഥലമാണ്, കാർഷിക മേഖലയാണ്, അവിടെ ആ തരത്തിലേക്കാണ് വേണ്ടത്. അതിന് പകരം മദ്യപാന കുടിയന്മാരുടെ കേന്ദ്രമായിട്ട് മറ്റുള്ള കുടിക്കുന്ന ആളുകൾ പാവങ്ങളാണ് വാസ്തവത്തിൽ. മഞ്ഞുമൽ ബോയ്സ് അല്ലേ ഇപ്പോൾ ഒരു സിനിമ, ഞാൻ അതിൻ്റെ കഥ കേട്ടത്, മഞ്ഞുമൽ ബോയ്സ് അവരെ കൂട്ടായ്മയാണ്. ഒരാൾ അപകടത്തിൽ പെട്ടു, ആ കേവിൽ പെട്ടിട്ട് അവർ ഓടിപ്പോയില്ല, അവർ കൂട്ടായിരുന്നു വിജയിപ്പിക്കണം, അയാളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമം നടത്തി. ഞാൻ പറയട്ടെ, ജയമോഹനൊക്കെ അദ്ദേഹം പറഞ്ഞ് കുടിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സിനിമ അത് കാണിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കുടിച്ചിട്ടാണെങ്കിലും കുടിയന്മാരായിട്ട് പോലും അവർ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമം നടത്തിയില്ലേ? എത്ര നല്ല മാന്യരായ മനുഷ്യരെന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആ തരത്തിലേക്കാണ് ചർച്ച പോകേണ്ടത്. വർഷത്തിൽ അതിൻ്റെ ഏതിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 മാസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ മഞ്ഞുൽ ബോയ്സ് ഭയങ്കര ഗംഭീരാണെന്ന് പറഞ്ഞ സിനിമ ജയമോഹൻ എന്നുള്ള വലിയ എഴുത്തുകാരൻ പറയുന്നു, മഹാമോശമാണ്, തെമ്മാടിത്തരാണ് അവർ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അതിന് നല്ല കണ്ടൻറ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്തായാലും മദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു 15 വർഷം കഴിഞ്ഞു, 5546 ദിവസം, 1026 ദിവസം വ്യക്തിസത്യാഗ്രഹം 2 വർഷമായി തുടരാണ്. ഇത് അടച്ചുകൂട്ടിയതിന് ശേഷം അരിമ്പൂർ അടമ്പുകുളം ജോൺസൺ, കളരിക്കൽ സുജാത കുഞ്ഞുണ്ണി, കളരിക്കൽ ശ്യാമള രവീന്ദ്രൻ, കൊക്കനിക്കൽ പ്രകാശൻ, തെക്കൂട്ട് കൃഷ്ണകുമാർ, പാറയ്ക്കൽ സുബ്രഹ്മണ്യൻ, പാണവറമ്പൽ ശകുന്തള വിപിൻ, പാറയ്ക്കൽ ഹരിദാസ്, പാണതല ജയകുമാർ, കൊടക്കാട് പീറ്റർ, വേങ്ങാൽ ജീവകാർ, ഇങ്ങനെ നീണ്ടു പോവാണ്. ഒരാഴ്ചയിലല്ലോ, 1 മാസമായില്ലേ. ഈ അടുത്ത കാലത്ത് അവർ ഒരുമിച്ച് ആ സമരത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത് ഈ അടുത്താണ്. ആ സമരം പ്രത്യക്ഷത്തിൽ പരാജയപ്പെട്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവർ പറയുന്നത് ഈ മദ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ കുറിച്ചിട്ടാണ്. ഈ നമ്മുടെ ഏത് സംഭവം നോക്കുമ്പോഴും മദ്യത്തിൻ്റെ വിഷയം. ഈ അടുത്താണ് 2 കുട്ടികൾ മദ്യം അമിതമായി കഴിച്ച് മരിച്ചത്. ഇങ്ങനെ ഏത് വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മദ്യം ലഹരി സന്തോഷം ഉണ്ടാകണമെങ്കിൽ മദ്യം വേണം. ആ മദ്യം എന്ന ലഹരി
ലഭിച്ചാൽ മാത്രം നമുക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകും. വീഞ്ഞിലൂടെയാണ് ആരംഭിക്കുക. ഞാനതിൽ നീണ്ടു പോകുന്നില്ല. എന്തായാലും ഇത്തരം സമരങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കെജ്രിവാളിന് പോലും അടിതെറ്റിയെങ്കിൽ പിന്നെ ഇത് മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റാതെ ലഹളമായി ആവുകയും പിന്നീട് ഈ രാത്രി പകൽ സമരം നടത്തി. അന്ന് നമ്മൾ കണ്ടത് നോട്ടെണ്ണ മെഷീനുണ്ട് മാണിയുടെ വീട്ടിൽ നിന്നാണ്. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. ആ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഞാൻ അതിലേക്ക് നീങ്ങില്ല. അപ്പോൾ ഇത്യാദി സമരങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടണമെന്നും അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സും ശരീരവും വാക്കൊക്കെ ഉപയോഗിക്കണം. ചെറിയ മനുഷ്യരുടെ കൂട്ടായ്മയെ നമ്മൾ കണ്ടിൽ നിന്നടിക്കരുത്. ഇതെന്നാൽ ഈ മദ്യനിരോധന സമിതികൾ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണം. അവനാൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം കുത്തിക്കലർത്തരുത്. അത് പലരും അതാണ് ചെയ്യുന്നത്. തങ്ങളുടെ ഈ മദ്യനിരോധന സമിതി എന്ന പേരിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സ്ഥാനക്കയറ്റുണ്ടാകാനുള്ള ശ്രമം നടത്തുന്നു. സ്വീകാര്യത ഉണ്ടാകാൻ ശ്രമം നടത്തരുത്. ഇത് രണ്ടായിട്ട് കാണണം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും BJPയിലായാലും RSSലായാലും ജമാഅത്തിലായാലും മുസ്ലിം ലീഗിലായാലും എല്ലാം മദ്യത്തിനെതിരായിട്ടുള്ള ആളുകളുണ്ട്. മദ്യം ചെയ്യരുത്, അതിൻ്റെ അപകടം പറയുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഒന്നിപ്പിക്കലാണ് ആവശ്യം, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി. അത് ചെയ്യാതിരുന്നാൽ ഈ ചില സമരങ്ങൾ ദുർബലമാവും. ഇത്യാദി സമരങ്ങൾ മദ്യത്തിനെതിരെയുള്ള സമരം വാസ്തവത്തിൽ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള സമരം കൂടിയാണ്. രാജ്യദ്രോഹികൾക്കെതിരായിട്ടുള്ള സമരം കൂടിയായിട്ട് കാണണം. രാജ്യദ്രോഹികൾക്കായിട്ടുള്ള അനീതിക്കെതിരായിട്ടുള്ള സമരം കൂടിയാണ്. ജനാധിപത്യം നിലനിർത്താനുള്ള സമരം കൂടിയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ മറ്റു വിഷയങ്ങളിലും പങ്കെടുക്കുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആഴ്ചയിൽ പറയാത്തതുകൊണ്ട് ഒരു മാസം കഴിയുമ്പോൾ പലവിധം നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ചിലപ്പോൾ ഡെഗ്നേഷനുള്ള കാര്യങ്ങൾ തിരിച്ചു വരാം. ഇതിനിടയിൽ ഞാൻ നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മളുടെ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒക്കെ കൊലപാതകങ്ങളുടെ ഒക്കെ രീതി കൂടി വരുന്നു. ഞാൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്, അല്പം ഭേദമുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് എല്ലാം മോശമായതായതുകൊണ്ടല്ല. ഞാൻ അവസാനത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ അടുത്താണ് പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടാണ് വേർതിരിഞ്ഞിരിക്കുകയാണ്. അപ്പോഴൊരു കടയിൽ പോകുന്നത്. ആ കടയിൽ ആളായിട്ട് സ്നേഹമായി. അദ്ദേഹം സ്നേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇയാൾ ജോലിക്കാരി എന്ത് ചെയ്തു, വേറെ ആൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. എന്ത് ചെയ്തു, അയാളുടെ പിന്നാലെ പോയി കുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. എന്നിട്ട് അയാൾക്ക് ജീവിതം ഉണ്ടായോ? അയാൾ പോയി ആത്മഹത്യ ചെയ്തു. ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനാവധി കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ മദ്യത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക രംഗത്ത് ഒക്കെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ നമുക്ക് കലാമണ്ഡലം സത്യഭാമ എന്നുള്ള മുതിർന്ന കലാകാരി അത് പറയാണ്, അമ്മ പോലും ഇയാളെ നിറം കണ്ടാൽ അറച്ചു പോകും എന്ന് പറയുന്ന രീതി ഒരു സ്ത്രീയാണ് പറയുന്നത്. പ്രായമായിട്ടുള്ള RV രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടത്തെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറയുന്ന ഇത് എത്ര അധമമായിട്ടാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതി വ്യാപരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിന്താഗതി വ്യാപരിക്കുന്നത്? അതിന് ബദലായിട്ടുള്ളൊരു സാംസ്കാരിക നിലവാരം, സാംസ്കാരിക തലമുണ്ടാവുന്നില്ല. ഭാഗ്യവശാൽ ഇതിനെ ഈ സംസാരത്തിനെതിരെ കേരളം ഒട്ടാകെ നിലനിന്ന് എതിർത്തു. വാസ്തവത്തിൽ സത്യഭാമ പറഞ്ഞതിലും ശരിയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുഞ്ഞുനാളിൽ നമ്മുടെ വീടുകളിൽ കറുത്തത് വെളുത്തത് നമ്മൾ വേർതിരിക്കുന്നുണ്ട്. കറുത്തത് മോശമാണെന്നും വെളുത്തത് നല്ലതാണെന്നും നമ്മൾ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ എന്നോട് സംസാരിക്കും, എന്ത് നല്ല വെളുത്ത സുന്ദര കുട്ടനായിരുന്നു, ഇപ്പോൾ കറുത്ത ആകതായി. കറുക്കുന്നതോടുകൂടി നമ്മൾ മോശമാകുന്ന തോന്നലാണ്. കറുപ്പ് വെയിൽ കൊള്ളുമ്പോൾ നമ്മൾ കറുക്കും, പണിയെടുക്കുമ്പോൾ നമ്മൾ കറുക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് വെളുത്ത ആളുകളെ കഴിക്കാൻ വളരെ താല്പര്യമുണ്ട്. അപ്പോൾ വെളുത്ത ആളുകൾ കല്യാണം കഴിച്ചാൽ അവർ ജീവിതം സുഖമായിട്ട് പോകുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് കാണുന്നത് പലപ്പോഴും. ഈ വെളുത്ത് നോക്കി ജീവിതം മുന്നിട്ട് പോകാൻ സാധിക്കില്ല. സുഖമായി ജീവിക്കണമെങ്കിൽ പരസ്പര സ്നേഹവും വേണം. അത് വെളുത്താലും കറുത്താലും അതുപോലെ ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം, മാനസികാവസ്ഥ ഒരുമയുണ്ടെങ്കിൽ കറുത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ കറുപ്പ് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുന്നതുകൊണ്ട് ഇവരെ കറുപ്പും വെളുപ്പുമായിട്ടുള്ള ആളുകളായി കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെ ഇടയിൽ നാം സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള വ്യത്യാസമുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നീഗ്രോകൾ ആളുകൾ
പെൺകുട്ടികൾ യൂറോപ്യൻ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുന്നത് അതിശേഷം ഇല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ അതിനെ അതിജീവിക്കാൻ അവർ തന്നെ ഫുട്ബോൾ കളിക്കുകയും ഇവർക്കെതിരെ പെനാൽറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാവുന്നില്ല. നമുക്ക് മാറ്റം ഉണ്ടാവേണ്ടതാണ്. ഒരു പെൺകുട്ടി കറുത്തതുകൊണ്ടോ ഒരു ആൺകുട്ടി കറുത്തതുകൊണ്ടോ അവൻ തെറ്റി ഇല്ല. അവൻ്റെ ഉള്ളിൽ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിറയ്ക്കാം നമ്മൾ ചെറുപ്പം മുതൽ. സത്യഭാമ ശരിക്കും അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. നാം ഇപ്പം എല്ലാവരും കറുത്തനെ ന്യൂനിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രയോഗത്തിൽ വരുമ്പോൾ ഉടനടി ഇതെല്ലാം സെലക്റ്റീവ് ആവും. അതില്ലാതിരിക്കാനുള്ള ശ്രമം നടത്തണം. കറുപ്പും വെളുപ്പും ഈ നമ്മുടെ മിലാനിൻ്റെ വ്യത്യാസമാണ് നമുക്ക് എല്ലാവർക്കറിയാം. അതിൽ നല്ലതും സിനിമയും നന്മയും ഒന്നും അതിന് ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. അന്ന് മനസ്സിലാക്കുക തിരിച്ചറിവ് കേരളീയന് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ സത്യമായിട്ട് കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നുള്ളൂ. ഈ സമയത്താണ് നമ്മുടെ വീണ്ടും റിയൽ സ്റ്റോറി നമ്മുടെ കേരള സ്റ്റോറി എന്ന പേരിൽ വരുന്നത്. കേരള സ്റ്റോറി വരുന്നു. സഭകൾ, ചില സഭകൾ, അവിടെ താമരശ്ശേരി സഭ യൂറോപ്പിൽ വന്ന് വരുന്നെന്ന് പറഞ്ഞാണ്. പക്ഷേ അവിടെ ചെയ്തു. അത് താമരശ്ശേരി ഇടുക്കിയും ചെയ്തു. അത് അവർ പറഞ്ഞത് ഈ പ്രേമത്തിൽ ചെറുപ്പമാണ്. 18 വയസ്സുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ചാഞ്ചല്യൻ്റെ പ്രേമത്തിൽ പെട്ട് അപകടത്തിൽ പെടാണ്ടിരിക്കാനാണെന്നുള്ളത് അവർ പറഞ്ഞു. വളരെ ശരി. പ്രേമം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു, കുട്ടികൾ പ്രേമിച്ചെടുക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. അവർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അത് ചെയ്യുന്ന അവർ ആ പ്രായത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരമാണ്. അത് വളരെ സത്യം തെറ്റ് നിരാശയില്ലാതെ ലജ്ജയില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതിൽ വേറെ കളവ് ചെയ്യരുത്. വാസ്തവത്തിൽ ഇപ്പം ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അത് പെൺകുട്ടികളും ആൺകുട്ടികളും മോഹിച്ചാൽ കല്യാണം കഴിക്കാൻ ജാതി മുതൽ സ്നേഹിച്ച് കഴിഞ്ഞവൻ്റെ ജാതി നോക്കില്ല, മതം നോക്കില്ല, കല്യാണം കഴിച്ചു പോകും. പിന്നീട് ഉണ്ടാവണം വേറെ കാര്യം. അത് ഇതായിട്ട് ബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഈ ജിഫ്രി തങ്ങൾ പറഞ്ഞ റിയൽ സ്റ്റോറി ഇടുക്കി രൂപതയും അല്ലെങ്കിൽ താമരശ്ശേരി രൂപതയും അത് ചെയ്തു. ഒരു കുറേ ഈ പ്ലാനി നമ്മുടെ ബിഷപ്പ് ഉണ്ടാക്കിയ കുറേ 300 രൂപ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അതായിരിക്കും ഞാൻ പറയാം. അപ്പോൾ ഇതൊരു മാനസിക സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ പള്ളികൾ ചെയ്യേണ്ടത് എന്താണ്? പള്ളികൾ ചെയ്യേണ്ടത് കൊട്ടിയൂർ അച്ഛന്മാർ ഉണ്ടാക്കിയ പുകിലുണ്ടല്ലോ, അതുണ്ടാവാതിരിക്കാൻ നോക്കണം. എന്താണ് കൊട്ടിയൂർ അച്ഛൻ ചെയ്തത്? തൻ്റെ പള്ളിയിലേക്ക് വന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം ഒരു പക്ഷേ പെൺകുട്ടിയേക്കാൾ വലിയ കുറ്റവാളി അച്ഛനാണ്. ആ അച്ഛൻ വെറുതെ പ്രേമിക്കല്ല, ഗർഭം ധരിപ്പിക്കുന്ന രീതിയിൽ പ്രേമിച്ചു എന്നാണ്. ആ ഗർഭിണിയായ കുട്ടി, ചെറിയ കുട്ടിയാണ്. ആ ഗർഭിണിയായിട്ട് അതല്ല എന്ന് പറയുകയും മാത്രമല്ല, ഏറ്റവും ഒരു ക്രൂരമായ സംഭവം എന്താണ്? ഈ അവിടെയുള്ള സിസ്റ്റേഴ്സും അവിടെയുള്ള അച്ഛന്മാരും കൂടി ചെയ്തത് സ്വന്തം പിതാവാണ് ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയിപ്പിച്ചു. ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വല്ലതാണോ ഈ ലവ് ജിഹാദ്? അവർ വിവാഹം കഴിച്ചിട്ട് പോയി പൊട്ടിത്തെറിക്കുള്ളൂ. അത് പോട്ടെ എന്ന് കഴിക്കുക, പൊട്ടിത്തെറിച്ചോട്ടെ. ഇതെന്താണ്? പൊട്ടിത്തെറിക്കുക, അത് നരകിച്ച് ജീവിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? ആ അച്ഛൻ്റെ അവസ്ഥയാണ്, ആ പിതാവിൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അച്ഛന്മാരും സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സിനിമയാണിത്. ഇപ്പോൾ നമ്മൾ മാർപ്പാപ്പ പറയുന്നത് അച്ഛന്മാരുടെ ബാലപീഡനങ്ങൾ, ക്രൂരമായ ബാലപീഡനങ്ങളുടെ അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. പാപം കുറ്റിക്ക് വിധേയമാകണമെന്ന് പറയുകയാണ്. എത്രയോ കേസുകളാണ് നടത്തുന്നത്. അതിനുള്ള സിനിമകളും വന്നിട്ടുണ്ട്. അതാണ് കാണിക്കേണ്ടതെന്ന് ചില വിമർശകർ പറയുന്നുണ്ട്. എന്തായാലും ഈ അസുഖം അത്ര നല്ലതല്ല എന്ന് കാലം തീരുമാനിക്കേണ്ടത്. ശരിയാണ്, എല്ലാ മതത്തിലും മൗലികവാദികളുണ്ട്. ഹിന്ദു മതത്തിലുമുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്, അതുപോലെ മുസ്ലിം മതത്തിലുണ്ട്, തനി ഭ്രാന്തന്മാരുണ്ട്. അപ്പോൾ അവർ പൂക്കോട്ട് തങ്ങൾ പറഞ്ഞില്ലേ, DFAക്കാരും CPIക്കാരും കൂടി മിശ്രവാദം നടത്തുമെന്ന് പറഞ്ഞില്ലേ. എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. അങ്ങനെ അത് ആരും സ്വീകരിച്ചില്ലെങ്കിൽ പോലും അപ്പോൾ തങ്ങളുടെ മകൾ പോയാൽ അത് അപകടം. അതുപോലെ തന്നെയല്ലേ ക്രിസ്ത്യാനികളും പറയണേ, ഞങ്ങളുടെ മകളെ തട്ടിയെടുത്തു എന്ന് പറയുന്നത്. ഹിന്ദുക്കളും പറഞ്ഞു ഞങ്ങളുടെ മകളെ തട്ടിയെടുത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലവ് സ്റ്റോറിയിൽ 32,000 പേരെ കുട്ടികൾ മതം മാറ്റിയെന്നാണ്. സിനിമയായതുകൊണ്ടായിരിക്കും പറയാം. ഇതിൽ 2 കുട്ടികൾ ക്രിസ്ത്യാനികൾ മുസ്ലിമായിട്ട്, ഭർത്താക്കന്മാർ മുസ്ലിമായിട്ട് അവർ കൂടെ പോയതാണ്. ഒരു ഹിന്ദു മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പോയതാണ്, മുസ്ലിമായിട്ട് പോയിട്ടാണ്. ISIൽ പൊട്ടിത്തെറിക്കാൻ ഒരു പെൺകുട്ടിയും
ശരിയായിട്ട് മനസ്സിലായിട്ട് പോവില്ല, ഒരു അമ്മയും സമ്മതിക്കില്ല. അപ്പോൾ മുസ്ലിം സമുദായം തന്നെ അതിനെ എതിർക്കും. എൻ്റെ അവിടെ ആടിന് മേടിക്കാൻ വരുന്ന ഒരു മുസ്ലിം സഹോദരൻ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഞങ്ങൾക്ക് ഭയാണ്, ഞങ്ങളുടെ കുട്ടികളൊക്കെ മദ്രസ കാലത്തേക്ക് നേരത്തേക്ക് വിളിച്ച് എതിർക്കാൻ പറ്റാത്ത രീതിയിൽ എന്ന് പറഞ്ഞു. മുസ്ലിം സമാജത്തിൽ ഒരു കുറച്ച് വിഭാഗം ആളുകൾ മൗലികവാദികളായിട്ട് മാറിയിട്ടുണ്ട്. ഇസ്ലാമിക് രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ISIക്ക് റിക്രൂട്ട്മെൻറ്റുകളായിട്ട് മാറുന്നുണ്ട്. അത് സംശയമില്ല. ലൗകികവാദ ചിലഭ്രാന്തന്മാർ ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അത് വേറൊരു കാര്യം. അതിത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ നവീൻ തോമസ് ഇപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ 3 പേര് മരിച്ചില്ല വാസ്തവത്തിൽ. അതിനെക്കുറിച്ചുള്ള വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ വലിയൊരു സംവിധാനമൊന്നും എന്താണ് അതിഥി അതൊക്കെ പറയുന്ന ഒരു വലിയൊരു കൂട്ടുണ്ട്, കൾട്ടുണ്ടെന്നാണ് പറയുന്നത്. മരിച്ചാലും വേറെ ലോകത്ത് ജീവിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഡൈനോസറൊക്കെ വേറെ ഉപഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മനുഷ്യരെ ഇറക്കിയതാണെന്ന് പറയുന്നത്. അങ്ങനെ വലിയ ഭ്രാന്തമാണ് ഈ മാനസികാവസ്ഥ. നമ്മുടെ നവോത്ഥാന മൂല്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർ അതും വിദ്യാസമ്പന്നരാണ്. ഈ നവീൻ തോമസ് ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനി ആരെയും പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു ആര്യ എന്നുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു, ദേവിക എന്നുള്ളൊരു കുട്ടിയെ, ഹിന്ദു കുട്ടിയാണ്. അതിന് പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിലേക്ക് ആളെ കൊണ്ടുപോയത്. എന്നിട്ട് എന്തുണ്ടായി, പിന്നെ അവളുടെ സുഹൃത്ത് ആര്യയെ കൂടി ചേർത്ത് അരുണാചലിൽ പോയി ഞെരുമ്പ് കുറിച്ച് ഇവൻ തന്നെ ഞെരുമ്പ് കുറിച്ച് അവസാനം കാലം പറ്റി പരലോകത്തിലേക്ക് പോകാൻ വേണ്ടി. ഇതെല്ലാം ആസൂത്രിതമായിട്ട് ക്രിസ്തുമതം ചെയ്യുന്നതാണോ? ഇങ്ങനെ ഭ്രാന്തന്മാരും അതുപോലെ തന്നെയല്ലേ മറ്റേ രണ്ട് പേരെ കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തിന്നാൽ മോശം കിട്ടുമെന്ന് പറയുന്ന കേരളത്തിലെല്ലാം ഉണ്ടായത്. അതിൽ ഭഗത് സിംഗ് എന്നുള്ളൊരു ഒരു ഇടതുപക്ഷ പ്രവർത്തകനും കൂടിയായിരുന്നു. മറ്റാൾ മുസ്ലിമാണ്. അതിലെല്ലാവരും ഉണ്ട്. എന്താണ് അപ്പോൾ ഇത് ആതൊരു ജനറലൈസ് അതെല്ലാം എന്താണ് കാരണം ഉണ്ടാകുന്നത്? നമ്മുടെ ജനാധിപത്യവും സംസ്കാരവും ഒക്കെ നാം പുറമെ പറയുന്ന പോലെ അത്ര ഗംഭീരമല്ല എന്നാണ് അർത്ഥം വരുന്നത്. അതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ ഒരു മതമുള്ളവർ മതം വിശ്വസിച്ചോട്ടെ, അള്ളാഹെന്നോ ക്രിസ്തുവിനോ അല്ലെങ്കിൽ വിശ്വസിക്കട്ടെ. പക്ഷെ അത് മറ്റുള്ളവരുടെ മോശമാണെന്ന് വരുത്തി തീർത്ത് അപകടം ഉണ്ടാക്കരുത്. ഒരു നെയ്യപ്പം തന്നാൽ ചത്തുപോകുമെന്ന് പറയുന്ന അച്ഛന്മാരുണ്ട്. അതുപോലെ തിരിച്ചും അത് ഒരു സ്റ്റേജിൽ കയറി പെൺകുട്ടി വന്നാൽ അത് അപകടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഇരുന്നാൽ അത് നശിച്ചു പോകുമെന്ന് പറയുന്ന മുസ്ലിം ആളുകളുണ്ട്. ഇങ്ങനെ ഹിന്ദുക്കളിലും വിരലദോഷികളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ലോകത്തിൽ ഇതിനെല്ലാം എതിർത്ത് തോൽപ്പിക്കലാണ് വേണ്ടത്. ഇപ്പോൾ ശബരിമല പ്രശ്നങ്ങൾ ഒരു ദൈവത്തിന് അറിയാത്തതാണോ ഈ മെൻസസ് ആർത്തവം? അപ്പോൾ ആർത്തവം കണ്ട് ഏതെങ്കിലും ദൈവത്തിന് വിഷമം ഉണ്ടാവോ? ദൈവം തന്നെ നൽകിയിട്ടുള്ളതാണ്, അത് മോശമല്ല എന്ന് അവർക്കറിയാം. പക്ഷെ ഇതെല്ലാം ആദ്യമേ RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം അംഗീകരിച്ചാണ്. ആർത്തവമുള്ള കാലത്തായാലും സ്ത്രീകൾക്ക് ഏത് പ്രായഭേദത്തിന് പോവാം. ശബരിമല അയ്യപ്പനെ കാണാനല്ല പോണത്, സ്നേഹത്തിലല്ലേ. അയ്യപ്പന് ദൈവത്തെ സ്നേഹിക്കാനാണ് പോകുന്നത്. അവിടെ ഒരു ആർത്തവം വലിയ പ്രശ്നമാകുന്നില്ലല്ലോ. വേറെ വിദേശത്ത് ഒരു പള്ളിയിലൊക്കെ പല പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളം അത്ര മഹനീയമായ കാര്യമില്ല. കേരളം അത്ര മഹനീയമല്ലാന്നെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തെ കാര്യം നമ്മൾ ആലോചിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കേരളം മോശമായതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ആഗ്രഹിച്ച രീതി ഉയർന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമുക്ക് വലിയൊരു സമൂഹത്തെയാണ്, സംസ്കാര സമ്പന്നമായ ലോകത്തെയാണ് കൊടുക്കേണ്ടത്. അതിന് കഴിയുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം കൂടി എനിക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്ത് വിഷയത്തിൽ നമുക്ക് വായിലെ വിവാദങ്ങളും പരിപാടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോറി വന്നപ്പോൾ തന്നെ അതിന് പ്രതിരൂപമായിട്ട് എതിരായിട്ട് മറ്റൊരു സംഗതി കൂടി ഉണ്ടാകുന്നുണ്ട്. അതുണ്ടായി കണ്ടത് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ അത് ഇവിടെയാണെന്ന് തോന്നുന്നു, CSI പള്ളിയിലെ മുസ്ലിം റംസാൻ്റെ പെരുന്നാൾ അവിടെയാണ് കൂടിയത്. അച്ഛൻ നിക്കോളസ് എന്താണ് ഇവിടെ ഞാൻ മഞ്ചേരിയിലെ CSI നിക്കോളസ് മെമ്മോറിയൽ ഈദ്ഗാഹ് നടത്തിയതാണ്. അച്ഛൻ വന്നു. അച്ഛനൊരു കുഴപ്പമുണ്ടായില്ല, അവർക്കും കുഴപ്പമുണ്ടായില്ല, ഒരു മുഹമ്മദ് നബിക്കും പ്രശ്നമുണ്ടായില്ല. ഇങ്ങനെയുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ചില പറഞ്ഞില്ല, എൻ്റെ തൊട്ടടുത്ത്, ഞങ്ങളുടെ തൊട്ടടുത്താണ് അമ്പലം, അമ്പലത്തിന് തൊട്ടടുത്ത് പള്ളി, പള്ളിയുടെ അപ്പുറത്ത് മുസ്ലിം ദേവാലയം. അത് വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. കുഴപ്പമുണ്ടാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരും മതഭ്രാന്തന്മാരാണ്. അയോധ്യയിലും വല്ല കുഴപ്പമുണ്ടായിരുന്നു, അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുത്തി തിരിച്ച് കുഴപ്പമുണ്ടായി. ഈ സമയത്താണ് ഞാൻ ഇതുകൂടി പറഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഈ അങ്ങനെ നല്ലൊരു ചിത്രം കൂടി നാം കാണുന്നുണ്ട്. നന്മയെ കുറിച്ചിട്ടുള്ള ഒരു ഇപ്പോൾ കൈതപ്പുറമ്പുകയുടെ സഹായി ഒരു മുസ്ലിം കുട്ടിയാണ്. ഇപ്പോഴും അവർ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നു, ഇരിക്കുന്നു, യാതൊരു പ്രയാസവും അവർക്ക് ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിൻ്റെ രൂപമാണ് വാസ്തവത്തിൽ. കേരളീയ
പേര് അങ്ങനെയാണ് വസ്തുതയിൽ. പിന്നെ കുറേ വിഷവിത്തുകളുണ്ട്. വിഷവിത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവരെല്ലാം ഒരു PC ജോർജ്, അനിൽ ആൻ്റണി പോലെയുള്ള പ്രാന്തന്മാരുടെ ലോകമായി മാറുന്നു. അവർ സ്വീകരിക്കുന്ന ലോകം കേരളമായി മാറുന്നു എന്നുള്ളൊരു ഗുരുതരമായ ചോദ്യത്തിനെ നമ്മൾ ചോദിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള വേറിട്ട കഥകളും നമ്മൾ കേൾക്കുന്നുള്ള വലിയ സന്തോഷമായ കാര്യങ്ങളാണ്. ഇതിപ്പോൾ അബ്ദുൾ റഹീം എന്നുള്ള ഒരു ആൾക്ക് വേണ്ടി 34 കോടി രൂപയാണ് നമ്മൾ സമാഹരിച്ചത്. എത്ര ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ്, എത്ര വേഗമാണ് നമ്മൾ ഓടിയത്. വളരെ സന്തോഷമായി. ഒരു അമ്മയുടെ കരച്ചിൽ, ആ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ അമ്മയുടെ കരച്ചിലും ഈ നമ്മുടെ റഹീമിൻ്റെ അമ്മയുടെ കരച്ചിലിനും ഒരേ വലിയ തൂക്കമുണ്ട് വാസ്തവത്തിൽ, വലിയ വിഷമമുണ്ട്. നമ്മളതിൽ ഏറ്റെടുത്തു വാസ്തവത്തിൽ. എല്ലാ രീതിയിലുള്ള ഈ കൊലപാതകങ്ങളും അതുപോലെയുള്ള പ്രയാസങ്ങളും നമ്മൾ ഏറ്റെടുക്കണം. അത് ഉമ്മയാണോ മുത്തശ്ശിയാണോ മറ്റോ ഹിന്ദുവാണ് ക്രിസ്ത്യാനി നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെയല്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പിന്നെ ഓരോരുത്തർക്ക് എന്താണ് ഗണപതി വട്ടത്തെക്കുറിച്ച് ശ്രീരേന്ദ്രൻ പറയുന്നു, അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുന്നു. ഗണപതി ക്ഷേത്രം അതിൻ്റെ പിന്നാലെ വിവാദമായി. അതാണിപ്പോൾ വയനാട്ടിൽ ഏറ്റവും വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതിനുള്ളിൽ ജീവിക്കാൻ പറ്റണില്ല. അതിനെന്തൊരു പരിഹാരമാർഗ്ഗമാണ് ആലോചിക്കേണ്ടത്. ഒരു കാലത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു, സുൽത്താൻ ബത്തേരി ഉണ്ടായിരുന്നു. സുൽത്താൻ ഉണ്ടായിക്കോട്ടെ, നമ്മൾ ആ സുൽത്താൻ ബത്തേരി നിന്ന് കേൾക്കുമ്പോൾ സുൽത്താന ആരെയാണ് കൈകൂപ്പുന്നത്? അപ്പോൾ അതൊരു ചരിത്ര നാമം മാത്രമാണ്. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ആരാ പറഞ്ഞ പോലെ, ടീമസ് പറഞ്ഞ പോലെ അറബിക്കാരുടെ പേരാ മാറ്റേണ്ടി വരും. അറബിയിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ ഈ തരത്തേക്ക് പ്രാന്ത് എന്നാൽ ചരിത്രത്തിൽ ഗണപതി വട്ടം എന്നുള്ള പേരുണ്ട് താനും. അത് നമ്മൾ നിഷേധിക്കാനും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ലവ് സ്റ്റോറിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, കുട്ടികൾ പലരും അപകടത്തിലേക്കുണ്ട്. അപ്പോൾ ഞാൻ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മളെല്ലാം കൂടി ചോദിച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. രണ്ടാമത്തെ ദിവസമായപ്പോൾ പിന്നെ മറുനാട് മലയാളി പുറത്തേക്ക് വരുന്നു. മറുനാട് മലയാളി പറയുന്നത് ബോച്ചയ്ക്ക് എല്ലാവിധ പ്രശംസ കൊടുക്കാൻ പാടില്ല. അയാൾ തമ്മാടിയാണ്, കള്ളനാണ്, അയാൾ വളരെ സൂത്രക്കാരനാണ്, അയാളെ വിശ്വസിക്കാൻ സാധിക്കും. അപ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹം തോന്നുന്നത്. അയാൾ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, വെറുതെ വർത്താനം പറയാൻ. അയാളപ്പോൾ പണം ഇറക്കി, പണം കൂടുതൽ വരുന്നു. എന്തായാലും അയാൾ 1 രൂപ കൊടുത്തിട്ടുണ്ട്, ആരും ഉണ്ടാതിരിക്കുന്നത് അയാൾ പുറത്തേക്ക് ഇറക്കിയിട്ട് അയാൾക്ക് ഈ പബ്ലിസിറ്റി ആശാനാണ്. ഈ എൻ്റെ വീട്ടിൽ വന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു വെള്ളം കുടിച്ച് പോയാണ് ഞങ്ങൾ തൊട്ടടുത്ത് താമസിച്ചപ്പോൾ. ഒരു സാധാരണ ഞങ്ങൾക്ക് അത്ര വലിയ ഇതല്ലേ മനുഷ്യന് വലുതാക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാശുണ്ടായാൽ എല്ലാവരും സ്വീകരിക്കുന്നൊരു ലോകമാണ്. അപ്പോൾ ഏത് കള്ളനും തമ്മാടി കാശുണ്ടായി എല്ലാവരും സ്വീകരിച്ച് രക്ഷാതിരി ഡോക്ടറേറ്റ് കൊടുക്കും, എല്ലായിടത്തും കൊടുക്കും. അത് വാസ്തവമാണ്. അതിലിപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? അയാൾ അത് കണ്ടുപിടിച്ചു, അയാൾ അത് ജീവിക്കുന്നു. എന്തായാലും ആ ചെയ്ത പ്രവൃത്തി നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ കച്ചവട രഹസ്യമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ചെയ്തതാണ് അത് സംഘടിപ്പിക്കപ്പെട്ടു. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ പിന്നിലപ്പോൾ മറ്റൊരു പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്താണ് അതൊരു മുസ്ലിം രാജ്യമായതുകൊണ്ടല്ലേ, ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മോശമായതുകൊണ്ടാണ് എന്നുള്ള നിലപാട്. മാത്രമല്ല ചിലർ RSSൻ്റെ കാക്കി ടൗസ് ഇതിൽ ഞങ്ങളില്ല ഇന്ന് വെച്ചുകൊണ്ടൊരു പോസ്റ്റും കൂടി വന്നു. അപ്പോൾ ചിലവർക്ക് ഹിന്ദുക്കൾ പൈസ കൊടുത്തിട്ടില്ലേ, ആ ഹിന്ദുക്കൾ പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞാൽ മറ്റൊരു. അപ്പോൾ ഹിന്ദു മുസ്ലിം അതിൻ്റെ ഇടയിൽ മതം വന്നു. ആദ്യം രാഷ്ട്രീയമായി ഇങ്ങനെ വരാം. ഇപ്പോൾ ഹിന്ദു മുസ്ലിം വർഗീയ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ പേര് രണ്ട് തരം ആളുകൾ സംഭവിച്ചു. ഒന്ന് മുസ്ലിം ശരീരത്ത് ഗംഭീരൻ എന്ന് പറയുന്നവർക്ക് റഹീമിനെ കുറ്റപ്പെടാനും, മറ്റത് ഈ ഹിന്ദു മുസ്ലിം ഇതിനെതിരായിട്ടുള്ള പ്രചരണം നൽകി ഇത് വളർത്തിക്കൊണ്ട് വേണം. രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ദൗർഭാഗ്യവശാൽ സൗദി അറേബ്യ ഇതെല്ലാം കണ്ടിട്ട് അയാളുടെ ഈ വധശിക്ഷയെ ഒഴിവാക്കുന്ന രീതിയിൽ നിന്ന് പിന്മാറാണ്ടിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് AP മുഹമ്മദ് ആയാലും ബാക്കി എല്ലാവരും കൂടി അത് ഉണ്ടാക്കരുത്. അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 34 കോടി രൂപ ഉണ്ടാക്കിയത് എത്രത്തോളം പ്രയാസത്തിലായിരിക്കും. റഹീമോ കാർ ഓടിക്കുന്നു, ചെക്കൻ പിന്നിൽ ഇരുന്നിട്ട് തുപ്പി ലഹള കൂട്ടുന്നു, ഒരു സിഗ്നൽ കിട്ടിയിട്ട് പോകാൻ പറ്റുന്നില്ല. അവൻ അങ്ങനത്തെ കുട്ടിയാണ്. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ കൈകൊണ്ട് തട്ടി, അതിൻ്റെ ഉപകരണം തട്ടി ആൾ മരിക്കുന്നു എന്നുള്ളതാണ്. അവൻ അറിഞ്ഞില്ല, കൊണ്ടു നോക്കിയപ്പോൾ ആൾ മരിച്ച്. സുഹൃത്തായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു വലിയൊരു കവർച്ചക്കാരൻ ചെയ്തതിൻ്റെ നമ്മൾ സൂത്രമാക്കി അവന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ
അതിൻ്റെ ഇടയിൽ അവൻ കുറ്റം സമ്മതിക്കുന്നു. അവൻ 18 വർഷം ആവുന്നതിൻ്റെ കാരണം അവൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ മകൻ പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയായി 18 വർഷം നീട്ടിയെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് 18 വർഷം നീട്ടി? എന്തുകൊണ്ട് ഈ സംഗതി അവിടെ ശരിയത്തെ നിയമം നമ്മൾ അറിഞ്ഞിട്ടാണ് പോകുന്നത്. ശരിയാണോ തെറ്റാണോ മറ്റൊരു കാര്യം. ശരിയത്തെ അറിഞ്ഞിട്ട് ഓരോ രാജ്യത്തിൻ്റെയും നിയമങ്ങൾ അതനുസരിച്ചിട്ടാണ് അവിടെ നടക്കുന്നത്. അത് ലംഘിച്ച് അവിടുത്തെ ആളുകളും അതിന് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാവുക, അതിനെതിരായിട്ട് സമരം ചെയ്ത് ഒരു വിജയിപ്പിക്കുന്ന ഒരാളെ കൂട്ടി നിർത്തുക. ഇപ്പം മഹസമിനി കണ്ടില്ലേ, തലയിലൊരു തുണി ഒരു കഷ്ണത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലപ്പെട്ടത്. നർഗേസ് മുഖതി ജയിലിലാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുസ്ലിം ഹിന്ദു വൈരാഗ്യം ഉണ്ടായി. അത് കേരളത്തിൽ അഭിമാനിക്കുന്നൊരു കാര്യമാണ്. 34 കോടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇനി സൗദി അറേബ്യയുടെ നിയമങ്ങളൊക്കെ മാറ്റാൻ പിന്നീട് നമുക്ക് ആലോചിക്കാം. അവർ ചെയ്യട്ടെ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളില്ലാതല്ല പറഞ്ഞിട്ട് ബ്ലഡ് മണി കൊടുത്താൽ 34 കോടി കൊടുത്തു കഴിഞ്ഞാൽ ആൾ വിശുദ്ധനാക്കപ്പെടുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടാവും. അതിൻ്റേതായ ചരിത്രവും അതിനുള്ള സാഹചര്യവും അവരെവിടെയെങ്കിലും ഇപ്പോൾ നമ്മുടെ അവിടെ എത്രത്തോളം തെളിവുകളുണ്ട്. ഒരു കേസ് കഴിയണമെങ്കിൽ എത്ര കൊല്ലം കഴിയണം? ഇതേപോലെ തന്നെയുള്ള എത്ര തെളിവുകളുണ്ടായിട്ടും കാര്യമുണ്ടോ? ഇപ്പോൾ ആ തെളിവുകളുടെ കാര്യം പറഞ്ഞപ്പോൾ റിയാസ് മൗലിയുടെ പ്രശ്നം വരുന്നത്. റിയാസ് മൗലിയുടെ കൊലപാതകം ഉണ്ടാവുന്നു. ആ കൊലപാതകത്തിൽ ശിക്ഷിക്കുന്ന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വെറുതെ വിട്ടു. ആ വെറുതെ വിട്ടപ്പോൾ എന്തുണ്ടായി? ഇടതുപക്ഷക്കാരാണ് തട്ടിപ്പ് കാണിച്ചിട്ടാണ് അത് വെറുതെ വിട്ടതെന്ന ഒരു കൂട്ടർ. മറുകൂട്ടർ അവർ ചെയ്തിട്ടേ ഇല്ല, വല്ല അവരന്ന് വെറുതെ കേസുണ്ടാക്കിയെന്നായി. വാസ്തവത്തിൽ പിന്നീട് അപ്പോൾ അത് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ എന്തുണ്ടായി? അവരുടെ നിയമസഹായ സമിതി തന്നെ അല്ലെങ്കിൽ സംരക്ഷണ സമിതി തന്നെ പത്രസമ്മേളനം നടത്തി. ഷുക്കൂർ വക്കീലടക്കം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാജിത്ത് അവരെടുക്ക, അതായത് അതിൻ്റെ ചരിത്രം പറയുകയാണ്. അതിനു മുമ്പും ഗവൺമെൻറ് പറഞ്ഞു അവർ പറഞ്ഞ ആളുകളെയാണ് ആരാക്കിയത്? അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രീനിവാസ് എന്നുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ട DSP ആണ്. അതുപോലെയുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിച്ചത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഏറ്റവും കഴിവുള്ള വക്കീലായിട്ടുള്ള അശോകൻ വക്കീലാണ് അതിൻ്റെ കേസ് നടത്തിപ്പ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷാജിത്തുണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും അവർക്ക് ഏറ്റവും വിശ്വാസം, ഒരു തെറ്റും അവരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എന്താണ് പ്രശ്നം വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഇപ്പോൾ നമ്മുടെ ന്യായാധിപൻ്റെ പേര് ഞാൻ പെട്ടെന്ന് കമാൽ പാഷ, അദ്ദേഹം പറയുന്നത് ഈ ഷാജിത്ത് ഏറ്റവും പ്രഗത്ഭനായ വക്കീലാണ്. അതുപോലെ തന്നെ ഈ അശോക് വക്കീലും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും. അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്. ഒരാളെ വെറുതെ വിടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പെരുമാറാം. അത് എളുപ്പമാണ്, പക്ഷെ ഒരാൾ വിധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ പ്രതിഭാഗം തന്നെ പറയാത്ത കാര്യങ്ങളാണ് ജഡ്ജി കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ DNA ടെസ്റ്റ് നടത്തിയിട്ടായിരുന്നു റിയാസ് മൗലിയുടെ രക്തം അതിൽ കണ്ടു. അവർ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടത്. ആ പറമ്പിൽ മുണ്ടിൽ കണ്ടു. ഇവൻ ചൂണ്ടിക്കാണിച്ച കത്തി കാണിച്ചു, അതിൽ ഈ നാരുണ്ട്. ഇതുണ്ടെങ്കിൽ തന്നെ വധശിക്ഷ ഉറപ്പാണ്. പക്ഷേ ജഡ്ജി കണ്ടുപിടിക്കുന്നത് ഈ കൊല ചെയ്ത വ്യക്തികളുടെ DNA നടത്തിയത് ചോദിച്ചിട്ടില്ല, പ്രതിഭാഗം ചോദിച്ചിട്ടില്ല. കുറ്റാരോപിതരായ ഈ കുറ്റം ചെയ്ത കുട്ടികൾ അവരുടെ അഭിഭാഷകരൊന്നും ചോദിക്കാത്ത കാര്യം ഇവർ ചോദിക്കുകയും അങ്ങനെ കേസ് തള്ളുകയും ചെയ്യും. അപ്പോൾ ഇത് വാസ്തവത്തിൽ അപ്പീൽ കൊടുക്കുന്നു, അത് കോടതി വെച്ചിട്ട്. അപ്പോൾ അപ്പോഴേക്കും അതെന്തായി? വർഗീയതയും വിവിധ തരത്തിലേക്ക് മാറും. ഏത് കാര്യം ഇതുപോലെ നമ്മളിലേക്ക് കടന്നു പോകും. ഞാൻ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കാസർഗോഡ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യം കൂടിയാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ അറിഞ്ഞ ഇതെല്ലാം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുകൊണ്ട് ഇങ്ങനെ കുറേ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് 2006-08 ആണ് ഇത് നടക്കുന്നത്. അതിന് മുമ്പ് ഏകദേശം 10 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളും മരിച്ചിട്ടുണ്ട്. 10ഓളം ആളുകൾ മരിച്ചുള്ളൂ. ഒറ്റ പേര് ശിക്ഷിക്കപ്പെട്ടില്ല. 10ഓളം പേര് മരിച്ചു. നമ്മുടെ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. അങ്ങനെ നിരന്തരം ഹിന്ദു ആണെന്ന് വന്നാൽ മുസ്ലിമാണെന്ന് ഹിന്ദുവും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാസർഗോഡ് കർണാടക ഏരിയയിലാണ്. കർണാടകത്തിൽ ആളുകൾ ഇവിടെ കൊല്ലും, ഇവിടുത്തെ ആളുകൾ വന്ന് അവരെ കൊല്ലും. ഇതാണ് രീതി. എന്താണ് പറയുന്നത്? നമ്മൾ കേരളത്തിലാണ് ഈ സംഭവിക്കുന്നത്. 7 ഭാഷകളുള്ള നാട് കാസർഗോഡ്. ഏറ്റവും വൈവിധ്യമാർന്ന ഭാഷകളും സംസ്കാരവും ഉള്ള നാട്ടിലെ ഇവിടെ ഒരു ഭാഗത്ത് കമ്മ്യൂണിറ്റി, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഭാഗം, ഹിന്ദു കമ്മ്യൂണിറ്റി ഭാഗം തമ്മിൽ വൈര്യത്തിലേക്ക് വന്നിരുന്നു. ഞാൻ വൈര്യം ഇത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്. അല്ല എന്നുള്ളതാണ്. 2000-ന് മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് അവിടെ ഈ ഹിന്ദുക്കളും മുസ്ലിമുകളും ഏറ്റവും സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നു. അവരുടെ ഇപ്പോൾ നമ്മുടെ തെയ്യം അതൊക്കെ പോലെയുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സഹായകരമായി അവർ മുസ്ലിമുകൾ സഹോദരങ്ങളാണ് അത് ചെയ്തിരുന്നത്. അതുപോലെ തിരിച്ചും ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഈ അടുത്ത് കൽദായക്കാർ നമ്മുടെ പൂരത്തിന് വെളിച്ചെണ്ണ കൊടുക്കുന്നു എന്ന് പറയുന്നത് കൊടുക്കുന്നു. ഇത്തരം രീതികൾ
നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായ മാതൃകയാണ്, അതാണ് തകർന്നത്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ലവ് സ്റ്റോറിയും ജിഹാദും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണെന്ന്. ഇങ്ങനെ പറഞ്ഞ് PC ജോർജുമാരും കാസക്കാരും ജുമാഅത്തെ ഇസ്ലാമികളും ഹിന്ദു വർഗീയവാദികളും എല്ലാവരും കൂടി അതിന് സഹായിക്കുന്ന രാഷ്ട്രീയക്കാരും ഗണപതിത്തിലൂടെ ഗോവിന്ദൻ മാഷും ഒക്കെ കൂടി ഇതുണ്ടാക്കാൻ പോകുന്നത് വലിയ അപകടത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്നേഹമാണെന്ന് കരുതുന്ന ഒരു സമൂഹം ഭിന്നിച്ച് വൈരികൾ. ഇപ്പം മണിപ്പൂർ നമ്മൾ കണ്ടതാണ്. കുക്കികളും മൈത്തികളും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞവരാണ്. അവർ പോയി അസഹിഷ്ണുതയുടെ പരമകോടിയിലെത്തി. വെറുപ്പിൻ്റെ ഉച്ചകോടിയിൽ ഇപ്പോഴും അവിടെ ശാന്തി ഒരാഴ്ച മുമ്പ് 2 കുക്കികൾ വധിക്കപ്പെടുകയും ചെയ്തു. ഇനി എത്ര പേര് വധിക്കും? ഇത് ഇന്ത്യ ഒട്ടകം എങ്ങനെ വധിക്കപ്പെടില്ല നടന്നാൽ എന്തുണ്ടാവും? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ഈ മോദിയുടെ ഭരണത്തിന് എതിരായിട്ടുള്ള വികാരം ഉണ്ടാവേണ്ടത് എന്നാണ്. മോദിക്കെതിരായിട്ടല്ല, ഒരുപക്ഷെ ഈ മോദിയുടെ ഭരണം വരാതിരിക്കാൻ നല്ല ആർഎസ്സുകാരും നല്ല BJPക്കാരും കൂടി ശ്രമം നടത്തണം. കാരണം പല നല്ല ആർഎസ്സുകാരും BJPക്കാരും കരുതുന്നത് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണ്. ഹിന്ദു ഈ രാജ്യത്തിൽ ജനിക്കുന്നവരല്ല, അവർ ഒരിക്കലും മറ്റൊരു മതങ്ങൾക്കെതിരല്ല എന്നൊക്കെയാണ് പലരുടെയും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഹിന്ദു ഭാരതത്തെ സംസ്കാരത്തെ ഭാരതം തന്നെ നമുക്ക് വിമർശനങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട്. അതാണ് അങ്ങനെ തുല്യദേവ വസുദൈവ കുടുംബവും ലോകാസുഖിനോ ഇത്യാദിയാണ് നമ്മുടെ ഭാരതം. അതിലെന്താ നമുക്ക് തെറ്റ്? നല്ലതാണ് വിശ്വസിക്കുന്ന ആർഎസ്സുകാർ. അതുകൊണ്ടാണ് BJPയിൽ പോകുന്നത് എന്ന് ഹിന്ദുവായ മറിച്ച് എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ മണിപ്പൂരിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഈ നല്ല ആർഎസ്സുകാരും നല്ല BJPക്കാരും പോലും മോദി ഇനി വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കണം. കാരണം ഏറ്റവും വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നത് അതാണ്. മോദി പോലും ഇത് അദ്ദേഹത്തിൻ്റെ ആയുസ് പോലും അപകടത്തിൽ ആവുമെന്ന് ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെ എന്ന് വെച്ചാൽ ഏകാധിപത്യം ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കും. മോദി ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതൃത്വമായി മാറിയിട്ടുണ്ട്. അമിത്ഷാ വേറൊരു രൂപമാണ്. അമിത്ഷയുടെ കയ്യിലാണ് BJP എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അമിത്ഷയ്ക്ക് താല്പര്യങ്ങൾ വേറെയാണ് വാസ്തവത്തിൽ. അത് BJPക്ക് RSSൻ്റെ താല്പര്യങ്ങളല്ല, വേറിട്ടൊരു താല്പര്യം കൂട്ടി. അത് അപകടകരമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നല്ലവരായ BJPക്കാരും RSSകാരും ഈ 3ാം വരവ് അപകടം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഈ മൈത്തിയും കുക്കികളും അതുവരെ മോദി അവിടെ ബോധപൂർവമാണ് അവിടെ എങ്ങനെയും ചീനി നാറട്ടെ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം സംസാരിച്ചില്ല. ഇവിടെ എത്രയോ പ്രാവശ്യം തൃശ്ശൂർ വരുന്നു. അത് മോദിക്ക് അറിയാം. മോദിക്ക് വാസ്തവത്തിൽ ലജ്ജ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളം ലോകത്തിൻ്റെ തന്നെ, ഞാൻ കേരളത്തിൻ്റെ ദോഷമില്ല എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ ഈ ധ്രുവ് രാട്ടി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായി. കേരളത്തിന് ഹ്യൂമൻ റൈറ്റ്സ്, ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റുള്ള സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. അത് ധ്രുവ് രാത്തി മാത്രമല്ല, നമ്മുടെ നീതി ആയോഗം പറഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല ലോകത്തിലത്തെ അന്വേഷണ അല്ലെങ്കിൽ ഇതിനെ അന്വേഷിക്കുന്ന ആളുകളും കേരളത്തെ ഇന്ത്യ മഹാമോശമാണെങ്കിലും കേരളം എന്നൊരു നാടുണ്ട്, അവിടെ ബഹുസ്വരത അംഗീകരിക്കുന്നു, മതസൗഹാർദ്ദനിഷ്ഠമായ സമൂഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അത് UDFൻ്റെ NDFൻ്റെ ഗുണം മാത്രമല്ല, രണ്ടുപേരും മാത്രമല്ല നാരായണ ഗുരുവിനെയും മറ്റുള്ള മഹാമാരുടെയൊക്കെ അത് ഏറ്റെടുക്കാൻ വാസ്തവത്തിൽ ഇടതുപക്ഷം വളരെ വളരെ മുന്നോട്ട് പോയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നത്. ആ മുന്നേറ്റത്തെ വാസ്തവത്തിൽ കോൺഗ്രസ് അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയി. AK ആന്റണി അതിനാണ് എനിക്ക് ബഹുമാനം. AK ആന്റണി ഈ മുസ്ലിം മതപുരോഹിതന്മാരുടെ മുന്നിൽ ഓറ്റാൻ ചേക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് വാസ്തവത്തിലുണ്ടായി. അതിൻ്റെ പേരിൽ അദ്ദേഹം പിന്നീട് മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും മുസ്ലിം ലീഗിൻ്റെ ഭീഷണിയെ തുടർന്ന്. ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് മനുഷ്യൻ പതുക്കെ വെക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരിക്കലും ഇവിടെ വർഗീയതകൾ ഉണ്ടാവില്ല. തൃശ്ശൂരിൽ തന്നെ നായരില്ല
ഒരു കാലത്തുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ട്. അന്ന് നായന്മാർ ക്രിസ്ത്യാനികളായിരുന്നു, നസ്രാനികൾ, നസ്രാനികൾ തമ്മിൽ. അന്ന് മാപ്പിളന്മാരായിട്ടുള്ള മലബാറിൽ നിന്നാണ് ആളുകളെ നായന്മാർക്ക് വേണ്ടി സംരക്ഷകരായിട്ട് കൊടുക്കുന്നു. റോഡുകളിലൊക്കെ മുള്ളുവേലിയിട്ടുള്ളൊരു കാലമുണ്ട്. നമ്മൾ ഇത് പതുക്കെ പതുക്കെ അതിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ മൈത്തിയും ആ കുക്കികളും ഇന്ന് അടുക്കാൻ പറ്റാതെ, കാസർഗോഡ് മുസ്ലിമും ഹിന്ദുക്കളും തമ്മിൽ യോജിക്കാൻ പറ്റാണ്ടായി. പാലയിൽ ഒരു പള്ളിയിൽ സ്കൂളിൽ വന്നു കാർ ഓടിച്ചതിൻ്റെ പേരിൽ കുട്ടികൾ കൂട്ടമണി അടിക്കേണ്ട ഗതികേട് വന്നു. പരസ്പര വൈരത്തിൻ്റെ മുസ്ലിം നാമധാരികൾ, ഹിന്ദു നാമധാരികൾ, കാസ എന്തെല്ലാം വിറ്റ്. അതുപോലെ മുജാഹിദ് പാലശ്ശേരി പോലുള്ള, ഇപ്പം അദ്ദേഹത്തെ ശബ്ദത്തിൽ കേൾക്കുന്നില്ല ഭാഗ്യത്തിന്, എന്തോ വിവേകമെന്നൊന്നും എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ പാട്ട് പാടാൻ പാടില്ല, പ്രേമിക്കാൻ പാടില്ല, പ്രണയിക്കാൻ പാടില്ല, ജെൻഡർ ഈക്വാലിറ്റി പാടില്ല, ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളുടെ ലോകമായി കുറേ പേർ പാടിത്തുകൊള്ളും. ഇവരെല്ലാം വോട്ട് ബാങ്കിൻ്റെ ആളുകളെ കരുതി അവരെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. മുസ്ലിം ഹൂനബി മഹാസംഭവവും ഗണപതി മഹാനിസാരവുമായിരുന്ന നമ്മുടെ ഗോവിന്ദമാഷയെ പോലുള്ള ആളുകളും എങ്ങനെയാണ് ഈ സമൂഹം മാറ്റി തീർക്കുന്നത്? നമ്മുടെ നവോത്ഥാന നായകന്മാരുണ്ടാക്കിയതെല്ലാം പണ്ട് കാലത്ത് ആളുകളെല്ലാം സമരചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെല്ലാം നാം സംരക്ഷിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അത് പിന്നോക്കം പോകാൻ രാഷ്ട്രീയ ഈ കൊടുക്കൽ വാങ്ങൽ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു പോയിരിക്കുന്നു. അതിൻ്റെ അപകടം വരാമാണ് ഞാൻ പറഞ്ഞു വന്നത്. ലവ് സ്റ്റോറി, ലവ് ജിഹാദൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് എന്ന് അത് വലിയ ദുരന്തമായി മാറും എന്നതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. BJP വന്നതോടുകൂടി എന്തുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ BJP അതിൻ്റെ ഞാൻ ഒരു ഇടതുപക്ഷക്കാരൻ ആയതുകൊണ്ടല്ല BJP എതിർത്ത്, അതുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ മാത്രം ശക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മുടെ ഗൗരി ലങ്കേഷ് അങ്ങനെയുള്ള ആളുകളെല്ലാം കൊല ചെയ്യപ്പെട്ടു. അത് നോക്കൂ, അതിൽ വലിയ ഈ പശുവിൻ്റെ പേരിൽ ആൾ വധിക്കപ്പെട്ടു. എങ്ങനെയാണ് പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ കൊല ചെയ്തു? ഒരു ഒരു പ്രതികാരം, ഇന്ന ആളുകൾ വരുന്നതോടി വേറെ മുഖം മാറും. എന്നാൽ ബീഫ് കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്ത്. നോക്കൂ, ബീഫിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രം ബീഫ് കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തും. അത് നടത്തിപ്പുകാർ ഹിന്ദുക്കൾ തന്നെയാവുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ് ഉണ്ടാവും. അങ്ങനെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കൂടി കോൺഗ്രസും ഒക്കെ ഇതിൻ്റെ ഭാഗവാക്കുകളാണ് വാസ്തവത്തിൽ. അയോധ്യ തകർക്കപ്പെട്ടിട്ടെങ്കിൽ നരസിംഹറാവുവിൻ്റെ അറിവോടുകൂടിയാണ് വാസ്തവത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു അപകടം കൂടിയും ഇതിലുണ്ട്. ഇപ്പോൾ കണ്ടോ, വയനാട്ടിൽ നമ്മുടെ രാഹുൽ ഗാന്ധി വരുന്നു. അദ്ദേഹം ഒരു ശുദ്ധനാണ്. വരെ കോൺഗ്രസ് പോലെ എല്ലാ വസ്തുതയും അദ്ദേഹത്തിന് അധികം വെള്ളം ചവിട്ടറിയില്ല, വള്ളത്തറയില്ല. പറഞ്ഞ് ശരിയാണ്, കൂടെ നിൽക്കുന്നവരെ സൂക്ഷിക്കണം, തീർച്ചയായിട്ടും സൂക്ഷിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിയൻ ദർശനങ്ങളോ ഭാരതീയ സംസ്കാരമോ ഭരണഘടന മൂല്യങ്ങളോ ഒന്നും പോയിട്ട് കാലത്രേ എല്ലാ പാർട്ടികളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിന് പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ ഘടാഘടിയന്മാരാണ്. അതുകൊണ്ട് വിൻസെൻ്റ് 20 ലക്ഷം മേടിച്ചു ഇരിക്കാനെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തമാശകൾ. പത്മജ ആ തരത്തിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ശരിയുണ്ടായില്ലേ? ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, അദ്ദേഹത്തിനെ മുന്നിൽ തുറപ്പിച്ചിട്ടാണ് തോറ്റുകഴിഞ്ഞ് വലിച്ചെറിയും, ജയിച്ചാലും വലിച്ചെറിയും. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അവരുടെ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് ഗാന്ധി അപ്പോൾ കുടുംബവാഴ്ചയെ കുറിച്ച് പറയില്ല, അതുവരെ കുടുംബവാഴ്ച പറയുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓരോ അധികാരം കയറുമ്പോഴും ഇപ്പോൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധി അയാൾ സ്റ്റേറ്റായി മാറുകയാണ്. നാവെടുക്കൂ പണിയെടുക്കൂ എന്നാണ് പറയുന്നത്. അന്ന് എല്ലാവരും ഇവിടെ മാധ്യമങ്ങളെല്ലാം അതിനെ അനുകൂലിച്ചു, ഇവിടെ ഒറ്റുകാരാക്കി. കേരള കോളേജിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വർഗീസ് മാഷ പിടിച്ചുകൊണ്ടുപോകുന്ന ഞാൻ പേടിച്ചു പോയി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഒറ്റുകൊടുത്തു കോൺഗ്രസ്സുകാർ, അത് ഏകാരം ഒറ്റുകൊടുത്തു കോൺഗ്രസ്സുകാർ, ഐക്കാർ. ഇതെല്ലാം നമ്മുടെ അപ്പോൾ അമിതാധികാരം അപകടമുണ്ടാക്കും എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ പശു രാഷ്ട്രീയം വന്നപ്പോൾ എന്തായി കൊലപാതകം ഇതായി. ഇതുപോലെ തന്നെ നോക്കൂ, നമ്മുടെ ആ ഒഡീഷയിലുള്ള മിഷണറികളെ ചുട്ടുകൊല്ലാണ്. എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? അത് ഇങ്ങനെ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം വർദ്ധിച്ച് വരുമ്പോഴാണ്. ഞാൻ ഒരാളുടെ കാര്യം കൂടി അവസാനമായിട്ട് പറയും. ഇപ്പം എന്തുണ്ടായി? ഞാനത് തെലുങ്കാനയിൽ മദർ തെരേസ സ്കൂളിൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ആ ചില്ല് മുഴുവൻ അടിച്ച് തകർത്തു, ആ പ്രതിമ അടിച്ച് തകർത്തു, അച്ഛനെ ഉദ്ധരിക്കാൻ പ്രിൻസിപ്പാളിനെ ഉദ്ധരിക്കും. അവിടെ യൂണിഫോം ഇട്ടിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല. ജൂൺ മാസം കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. യൂണിഫോം അവരോട് ഇട്ടില്ല, അവർ പോന്നു, എല്ലാവരും കൂടി ചെയ്തു. ഇപ്പം നേരത്തെ കർണാടകയിൽ യൂണിഫോം ഇടാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അത് തിരിച്ചാണെന്ന് മാത്രം. ഇവിടെ യൂണിഫോം ഇടാൻ പറഞ്ഞാണ്, അവിടെ യൂണിഫോം ഇടാൻ വേണ്ടി അടിച്ചു. രണ്ടുപേരും ഞാൻ പറഞ്ഞു വന്നത്, സമൂഹം എങ്ങനെ മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു അതിവേഗം എന്നാണ്. ഇവിടെ വാസ്തവം ശരിയാണ്. മോദി ഇവിടെ വരുന്നുണ്ട്,
സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് അർഹതയാണ് കേരളം പോലെയുള്ള ആളുകൾ സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ? എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗുജറാത്തിൽ വികസനം പറഞ്ഞു, പക്ഷേ ഗുജറാത്തിൻ്റെ ഉൾവഴികളിൽ എന്താണ് നടക്കുന്നത്? അവിടെ തെരുവ് വഴികളിൽ എന്താണ്? സാധാരണക്കാരെന്താണ് അവിടെ കൊല ചെയ്യപ്പെട്ടു? ഹിന്ദു മുസ്ലിമും ധൈര്യത്തോടു കൂടിയാണോ, സമാധാനത്തോടു കൂടിയാണോ വരുന്നത്? സജീവ് ഭട്ട് ഇപ്പോഴും ജയിലിലാണ്. അദ്ദേഹം ഏറ്റവും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു, കാര്യക്ഷമത ഉദ്യോഗസ്ഥരായിരുന്നു. 10 കൊല്ലം മുമ്പോ 15 കൊല്ലം മുമ്പോ IPS കേഡറിൽ അദ്ദേഹം ജോലിക്ക് വന്നതിൻ്റെ ഒരു കിഡ്നി ട്രബിളിൻ്റെ പേരിൽ ആൾ മരിക്കപ്പെടുന്നു. അദ്ദേഹം കൊല ചെയ്താണെന്ന് പറഞ്ഞു, പീഡനത്തിൻ്റെ ഭാഗമായി ആ കേസ് ഇദ്ദേഹത്തിന് തലക്കിയിടുന്നു. രണ്ടാമതൊരു വക്കീലിനൊരു കൃത്രിമമായിട്ട് കേസുണ്ടാക്കി മയക്കുമരുന്ന് ഏൽപ്പിച്ച് പിടിച്ചു എന്ന്, അതിൻ്റെ പേരിൽ ഇദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ട കേസല്ല, ആ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഏറ്റവും സുസ്ഥിരമായി സേവനം നയിച്ച ആളാണ്, ഹിന്ദുവാണ് എന്നുള്ള അപകടപ്പെട്ടു. ഒരു രാജ്യം പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്താ കാരണം? ഗുജറാത്തിലത്തെ ഗോത്ര സംഭവം അത് തെറ്റാണെന്നും അത് നിശബ്ദരായിരിക്കാൻ മോദി പറഞ്ഞു എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തേണ്ടി വരുന്നു. ഹിരൺ പാണ്ഡ്യ വധിക്കപ്പെടുന്നു. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഇത് അപകടത്തിലേക്ക് പോകുന്നു എന്നല്ലേ കാണിക്കുന്നത്? ഇത് ഹിന്ദുത്വ രാഷ്ട്രവും കൂടി അല്ല, ഇത് വളരെ ഫാസിസ്റ്റ് സ്വഭാവത്തിലാണ്. അതിന് ഹിന്ദുത്വ ഒരു മുഖം ഉണ്ടാക്കുകയാണ്, ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുഖമാക്കാണ്. രാമനെ കുറിച്ചുള്ള സ്നേഹമുള്ളത് കൊണ്ടല്ല. അവിടെ പൂജ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയല്ലെന്ന് ആരാ പറയുന്നത്? മഠാധിപതികളാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വാസം എന്ത് ചെയ്യും? അതിൻ്റെ പൂജാകർമ്മങ്ങളാണ് ചെയ്യാൻ അവരോധിക്കപ്പെട്ടവരാണ് ചെയ്യുക. മറിച്ച് അവനാണ് തന്നെ ചെയ്യുമ്പോൾ എന്തായതിനർത്ഥം? ഇതെല്ലാം വെച്ചുകൊണ്ട് വോട്ട് സംഘടിപ്പിക്കാം. ആ തരത്തിലേക്കൊക്കെ ഇന്ത്യ മാറിയിരിക്കുന്നു. കേരളം മാറിയിട്ടില്ല എന്നാണ് നാം വിശ്വസിച്ചത്. പക്ഷേ കേരളവും മാറുന്നു. ഞാൻ പറഞ്ഞു വന്നത് തെലങ്കാനയിലേക്കാണ്. അവിടെ ഇപ്പോൾ അടിച്ച് തകർത്തപ്പെട്ടിരിക്കുകയാണ്. ഒഡീഷയിൽ കൊല ചെയ്യപ്പെട്ടാണ്. ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണോ? ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ല മുസ്ലിമുകളോ സുരക്ഷിതരല്ല. ഹിന്ദുക്കളും സുരക്ഷിതരാണോ? അല്ല എന്നാണ്. അത് മൈത്രി പറഞ്ഞ പോലെ പേരുകളെ വിട്ടുപോകണം. വളരെ ശരിയാണ്. ഇപ്പോൾ ഈ മുസ്ലിമുകളാണ് എതിരാളികൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ പതുക്കെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും കീഴ് ആദിവാസികളും ദളിതുകളും വരും എന്നുള്ളതാണ്. സവർണയുടെ മൂടുപടം അണിയിച്ചുകൊണ്ട്, സവർണതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ജനകീയതയുടെ മൂടുപടം അണിയിച്ചുകൊണ്ടാണ് BJP സഞ്ചരിക്കുന്നത്. BJP സഞ്ചരിക്കുന്നു പറയാൻ സാധിക്കില്ല. മോദിയുടെ മുഖം വെച്ചുകൊണ്ടും പിന്നൊന്നുകൊണ്ടും അമിത്ഷായുടെ ഒരു കുക്ഷാകര ബുദ്ധി ബുദ്ധി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അപകടമുണ്ട്. ഉമാഭാരതിയും ഗോവിന്ദചാരിയും നമുക്ക് കാണാനേ ഇല്ല. വസതി വാജ്പേയിയും അദാനിയും പോലെയല്ല പോലെയല്ല അമിത്ഷാ. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ, ഇവിടെയുള്ള PC ജോർജ് പോലുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്താൽ ഈ കേരളത്തിൽ അതിൻ്റെ അതിവിദൂരമായി അപകടം. ആ നേരത്ത് മാപ്ലാനി ബിഷപ്പ് ഉണ്ടാവില്ല. കണ്ടം വഴിയോടെന്ന് പറയുന്ന സാധാരണ ഭാഷയുണ്ടല്ലോ. ഈ വരുന്ന ഈ ആളുകളിൽ ഭ്രാന്തി കയറി ബിഷപ്പാണോ കന്യാസ്ത്രീയാണോ എന്നുള്ള പ്രശ്നം. ഇപ്പം എൻ്റെ വീട്ടിൽ കോൺഗ്രസ് സുഹൃത്ത് പ്രകടന പത്രികയായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, ചേട്ടൻ നമുക്ക് മറ്റാളുടെ പേര് ഞാൻ പറയുന്നില്ല, അവനെ അറിയാം, ഞാൻ DFIയിൽ അവൻ കുട്ടിയിലൊരു നല്ല പ്രവർത്തകനായിരുന്നു. കുറച്ച് പാർട്ടിയായിട്ട് എന്തോ തെറ്റിയെന്ന് തോന്നുന്നു. പിന്നെ അവൻ ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചു. ഒരു സ്കൂളിലൊരു പ്രശ്നമുണ്ട്, അവിടെ എന്തോ മതപരമായിട്ട് എന്തോ എനിക്ക് ഓർക്കുന്നില്ല. ഞാനും കൂടെ പോയി പറഞ്ഞു, സിസ്റ്ററെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. സിസ്റ്റർ അത് ഒഴിവാക്കാമെന്നും പറഞ്ഞു. അത് അവസാനിച്ചു. പക്ഷേ ഇവനും ഈ ഭ്രാന്തുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അവൻ SNDPയുടെ നേതാവായി. പക്ഷേ അതിനെക്കുറിച്ച് നാരായണ ഗുരുവിൻ്റെ നാരായണീയനാവുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മളെങ്ങനെയാണ് കാണുന്നത്? പക്ഷേ അതല്ല ഉണ്ടാകുന്ന ആക്രമോത്സവമായി പിണറായി വിജയനാണ് എതിരായി ഒരാൾ ആ രീതിനെ എപ്പോഴും എതിർക്കും. ഇപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ കോൺഗ്രസ് കാരിയുടെ വീട്ടിലേക്ക് അവൻ വരികയും അവൻ വന്ന് പറഞ്ഞു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല, അവൻ ഇപ്പോൾ BJP കാരനാണെന്നാണ് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ മാതാവിന് കിരീടം കൊടുത്തല്ലോ, മാതാവിന് വിശേഷണം അവൻ പറഞ്ഞിട്ടാണ്, ഏറ്റവും വൃത്തികെട്ട വിശേഷണം, ആരും പറയാത്തൊരു വിശേഷണം പറഞ്ഞിട്ടാണ് ഈ മാതാവിന് കൊടുത്ത കള്ള ബിലീസ് സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കില്ല എന്നൊരു സാധാരണ ഒരു ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ വന്നൊരു ആളാണ് ഈ അവസ്ഥയിൽ വർഗീയവാദി ഭ്രാന്തനായി മാറി ഇത്ര അക്രമോത്സവമായി സംസാരിച്ചത്. ഇന്ന് എങ്ങനെയാണിത് വരുന്നത്?
പതുക്കെ 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 ആക്കണം. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് വാസ്തവത്തിൽ. ഒരാൾക്ക് പൈസ ഉണ്ടായി ഉടനടി അമ്പലത്തിലത്തെ കൈക്കാരനാവും. അമ്പലത്തിൻ്റെ കൈക്കാരനായ പതുക്കെ 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 BJPക്ക് പോകുന്ന ഒരു സംഗതിയാണ് വാസ്തവത്തിൽ ഉണ്ടാവും. ഇതിൽ മറ്റൊരു തരത്തിലുള്ള ആളുകൾ എന്തുണ്ടാവുന്നത്, നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ സൂക്കേടുണ്ട്. ഈ കണ്ണുരുട്ടി കാണിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, രക്ഷപ്പെടാൻ തിരിച്ചു. ഇപ്പോൾ കുട്ടന്നൂർ സൊസൈറ്റിയിൽ അവിടെ ഒരു അതിൻ്റെ ജീവനക്കാരി, അതിൻ്റെ സെക്രട്ടറി, 2 കൂട്ടർ കുഴപ്പക്കാരല്ല, എനിക്കറിയുന്നവരാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ DFIയുടെ ആളുകളാണ്. ഈ സെക്രട്ടറിയുടെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും മാന്യനാണ്. ഇവൻ വളരെ മാന്യമായ കുട്ടിയാണ്. പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ ഭീഷണി കൂടിയപ്പോൾ BJPയിൽ ചേർന്നു. ഈ സംഗതികൾ നടക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഈ നമുക്ക് ഇന്ത്യയിൽ, ഞാൻ കേരളവും അടുത്ത വിമർശനാത്മകമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ഈ കേന്ദ്രത്തിലുള്ള ഈ ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് മനുഷ്യൻ മാറി പോകുന്നത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ്. ഇവിടെയും ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനിയൊക്കെ വേറിട്ടും അതിൽ തന്നെ വ്യത്യസ്തത. പക്ഷേ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള അകലം കൂടി വരുന്നു. പണ്ടുകാലത്ത് യുദ്ധം തന്നെ ഉണ്ടായി നമുക്കറിയാം. നമ്മുടെ ഈ ജൈനന്മാരുടെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കിയ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചറിയാം. അത് പിന്നെ ഹിന്ദു ക്ഷേത്രമാക്കി. അവരുടെ ശബരിമലയുടെ കാര്യം നമുക്കറിയാം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഈ അസഹിഷ്ണുതയുടെ രൂപം നമുക്കറിയാം. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഷൂവിൽ ചെരുപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോഴും കുടിപ്പിക്കുന്നൊരു കാലം, മലം ഇരയിൽ ഉരുളുന്ന കാലം, എന്തെല്ലാം ഇപ്പോഴും നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇത് ഇങ്ങനെ ചിന്താപരമായ ഔന്നത്യമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള മതമൗലികവാദികളുടെ കയ്യിൽ, അത് ഹിന്ദു മതമൗലികവാദി മാത്രം തെറ്റല്ല, മുസ്ലിം മൗലികവാദികളും ക്രൈസ്തവ മൗലികവാദികളും ഇവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയ കുതിയന്മാരും എതിർക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇന്ത്യ അതേ അവസരത്തിൽ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഈ കെജ്രിവാൾ ജയിലിലായി അവിടെ വധിക്കപ്പെടും. നമ്മുടെ റഷ്യയിൽ അലക്സൈ നവാൽനി, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മരിച്ചു. ഇതുപോലെ എനിക്ക് ഭയമുണ്ട് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അപകടം സംഭവിക്കുമോ, ഭക്ഷണത്തിൽ മരുന്ന്, ഇതൊക്കെ അപകടം ഉണ്ടാവാൻ കെജ്രിവാൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാൻ കെജ്രിവാൾ കൃത്യമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ശരി. തീർച്ചയായിട്ടും ഹിന്ദി ബെൽറ്റിലൊക്കെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് BJPയിലേക്ക് പോകുന്ന ആളുകൾ മാത്രമല്ല, BJPയിൽ ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ട്. കേജ്രിവാളിൻ്റെ മന്ത്രിസഭയിൽ ആൾ പോയപ്പോൾ മുൻ മന്ത്രിയുടെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അതെല്ലാം നടക്കുന്നുണ്ട്. എന്തുണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ കേരളത്തിലേക്ക് ഇനിയും വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിന് മോദിക്കെതിരെ ഞാൻ അമിത്ഷായ്ക്ക് അല്ലെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയ്ക്കെതിരായിട്ടുള്ള ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഒരു പുതിയൊരു ഐക്യമുന്നണി ഉണ്ടാവണം, ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും കോൺഗ്രസിന് പ്രാധാന്യമുണ്ട്. എല്ലാവരും കൂട്ടി. എന്നാൽ പണ്ടത്തെ കോൺഗ്രസ് ആയിരിക്കരുത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് ആയിരിക്കരുത്. അതുപോലത്തെ ജാതിമത പ്രീഡനത്തിലൂടെ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ കോൺഗ്രസ് ആയിരിക്കരുത്, മുതലാളിമാരുടെ കോൺഗ്രസ് ആയിരിക്കരുത്. വാസ്തവത്തിൽ നയപരിപാടികൾ നോക്കുമ്പോൾ BJPയും കോൺഗ്രസിൻ്റെ നയപരിപാടികൾ ആ തരത്തിൽ വ്യത്യാസമുണ്ട്. പ്രകടനപത്രികയിൽ പലതുമുണ്ടെങ്കിലും കോർപ്പറേറ്റുകൾ ജയിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ സംരക്ഷിക്കുന്ന രീതിയെ തന്നെയായിരിക്കും. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. ഇടതുപക്ഷം വളരെ ശക്തമായൊരു ശക്തിയായിട്ട് ഇനി ഉയർന്നു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷം ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതാണ്. ഭൂരിപക്ഷം 10 സീറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉണ്ടാകേണ്ടതാണ്. എന്താ വെച്ചാൽ ഇവിടുന്ന് ജയിച്ചു പോകുന്ന എത്ര പേർ കോൺഗ്രസ് VD സതീശൻ പറയുന്നത് ശരിയാണ്. കോൺഗ്രസ് നിശ്ചയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേട്ടമുണ്ടാവുമെന്ന് ചിന്തിക്കണം, തിരിച്ചും ചിന്തിക്കണം. പിണറായി വിജയനെ ജയിലിലിട്ടാൽ VD സതീശൻ സുരക്ഷിതാവും എന്നും ആലോചിക്കേണ്ടതാണ്. വിദേശ വിനിമയ ചട്ടത്തിൽ അന്വേഷിക്കാൻ ED വരും. KC വേണുഗോപാലിനെതിരെയുള്ള ED വരും. എല്ലാ പ്രതിപക്ഷ ആളുകളും ED വരും. ED വന്നാൽ ആരോ കാർട്ടൂൺ പോലെ ആരെങ്കിലും പിടിക്കാൻ വരുമ്പോൾ ഞാൻ BJP ആണെന്നൊരു തോളിൽ സഞ്ചിയിട്ടാൽ, തോളിലൊരു ഷോളിട്ടാൽ മടിക്ക് പോകുന്നൊരു കാലമാണെന്ന് പറയേണ്ടി ഗതികേട് വരും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാതെ പരസ്പരം തല്ലൂടി ഇവർക്കിത് ചോര ഊറ്റി കൊടുക്കാൻ സുരേഷ് ഗോപി പാവമായിരിക്കും. എന്തുകൊണ്ട് സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്? സുരേഷ് ഗോപി അല്ല ഭരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ക്രൂരനാവാൻ സാധിച്ചില്ല എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തോണ്ട് പലതും ചെയ്യിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഒരു പക്ഷത്ത് ഹിന്ദു വർഗീയ ഇപ്പോൾ അനിൽ ആന്റണി കണ്ടി ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ലോകത്തിലുണ്ടാവുമോ? ഈ സ്വന്തം അച്ഛൻ ഇത്രയധികം ഉയർന്ന രൂപത്തിൽ
സമൂഹത്തിൽ നടന്നൊരു അച്ഛനെ ഇങ്ങനെ കൊല്ലാൻ സാധിക്കും? പാകിസ്ഥാനിൽ യൂണിറ്റ് തുടങ്ങാൻ പറയുന്ന ഒരു അനിൽ ആൻ്റണി ഇങ്ങനെ വൈകൃതമായിട്ടൊരു കേരളത്തിൻ്റെ അശ്ലീലമായി മാറിയിരിക്കുന്നു അനിൽ ആൻ്റണി. ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട്, അതും കാര്യമാണ്. ഓരോ ഇപ്പോൾ BJP പോകാനൊക്കെ സാധിക്കും. പക്ഷേ ഇന്നലെ മറക്കാൻ സാധിക്കുമോ? വാസ്തവത്തിൽ ഒരു നല്ല രാജ്യമല്ല ഉണ്ടാവേണ്ടത്. അതിന് പകരം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതിനു വേണ്ടി വിളിച്ചു പറയുന്ന ആളുകളായി മാറുന്നത് ഏത് തരം രാഷ്ട്രീയ താല്പര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? എന്തായാലും ഇവിടെ സുരേഷ് ഗോപിക്ക്, അതുകൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുന്നത് മാത്രമല്ല, ഈ കാലത്തുണ്ടായിരുന്നു ആരും തമാശയ്ക്ക് പറഞ്ഞു എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മൾ. സാധാരണ ശരിയാണ്, ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മം വയ്ക്കുന്നു, പൊന്തിക്കണം, അമ്മാമയുടെ മുഖത്ത് തൊടുന്നു, കുട്ടികൾക്ക് വാരിപ്പൊടരുന്നു. അത് സാധാരണ നമ്മുടെ രാഷ്ട്രീയ നടന്മാർ ചെയ്യാറുള്ള പരിപാടികളാണ്. അപ്പോൾ സുരേഷ് ഗോപി വലിയ നടനാണ്, അപ്പോൾ കൂടുതൽ അഭിനയിക്കണം എന്നാണ് അദ്ദേഹം. മാതാവിന് അതിൻ്റെ തിരുവനന്തപുരത്ത് ഒരുപാട് മാതാക്കളുണ്ട്, അവർക്ക് കൊടുത്തില്ല, എവിടെ കൊടുത്തു, എന്നിട്ട് ചെമ്പ് ആണെന്ന് പറഞ്ഞാൽ അതൊരു വിവാദം. അത് പോട്ടെ, ചെമ്പ് ഒരു വിവാദമൊന്നും പ്രശ്നമല്ല വാസ്തവത്തിൽ. എങ്ങനെ 4 വോട്ട് അതിനെ പറ്റി അച്ഛന്മാരും കപ്പിയാന്മാരും ഉണ്ട്. അവസാനം ഈ അച്ഛന്മാരും കപ്പിമാരും നാട്ടുകാർ കൂടി തല്ലിക്കൊല്ലും അവസാനം ഈ നിലയ്ക്ക് പോകണമെങ്കിൽ. പിന്നെ എന്താ ചെയ്യുക? ഈ കുരുത്തോലയുടെ നീളം, വീതി, അളവൊക്കെ ആൾ തൂക്കി നോക്കുന്നു, അതും ചക്രം പിടിക്കുന്നു. പിന്നെ എന്താണ് ചെയ്യുന്നത്? ആകാശത്ത് വരയ്ക്കുന്നു. പിന്നീട് പായസത്തിൻ്റെ നക്കി തുടയ്ക്കുന്നു. ആരോ ഒരാൾ പറഞ്ഞ പോലെ ഇദ്ദേഹം ഈ കുരിശുമ കയറി കൊടുക്കൂ എന്ന് ചോദിക്കുന്നതിൽ ആഭാസനായി മാറരുത് ഒരു സുരേഷ് ഗോപി. ഈ വേണ്ടി പ്രവർത്തനം അത് പബ്ലിസിറ്റി ഉണ്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നല്ല മര്യാദയ്ക്കുള്ള ഒരു മനുഷ്യനാണത്. നാണം കെട്ട് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം എനിക്ക് അഭിമാനമുണ്ട്. എതിരായിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരു ഗതികൾ വരുന്നില്ല. അഭിമാനത്തോടി സുനിൽ കുമാറിനെ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു കാര്യമുണ്ട്. ഇടതുപക്ഷം വിയോജിപ്പില്ല എന്നല്ല ഞാൻ പറഞ്ഞ നടത്താം. നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതേവ് പറഞ്ഞിട്ട് തിരിച്ചൊരു സമയം പോകുന്നതാണ്. എന്തുകൊണ്ട് മുരളീധരനെ, കെ മുരളീധരൻ ആദ്യം ഞങ്ങൾ ഈ നമ്മുടെ പപ്പിയാവുന്ന പറഞ്ഞ പോലെ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ വിളിച്ചിരുന്ന കാലമുണ്ട്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല, ബാങ്കിൽ പോയിരുന്നു. അദ്ദേഹത്തെ അച്ഛൻ കൊണ്ടെന്നാണ്. അച്ഛന്മാരുണ്ടാക്കുന്ന മക്കളുടെ രാഷ്ട്രീയമാണ്. മക്കൾക്ക് വേണ്ടി പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ രാഷ്ട്രീയം അത് നശിക്കും എന്നുള്ളതാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ്. കേരള നശിക്കാൻ കാരണം ഒരു തരത്തിൽ ഈ മക്കളുടെ രാഷ്ട്രീയം കൊണ്ടാണ്. ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു, ആദ്യകാലങ്ങൾ കൊണ്ടുവന്നു, പിന്നെ പലവിധ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് അദ്ദേഹം ഇരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പാടത്തൊക്കെ അദ്ദേഹം വെയിലത്തന്നെ കൊണ്ടുവന്നു. വളർന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ, പെരുമാറാൻ പറ്റുന്നത് കണ്ടുപിറ്റി കാണിക്ക് കുറവാണ്, ഫണ്ടും കുറേയുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വടകര നിൽക്കുമ്പോൾ വളരെ നന്നായിട്ട് ജയിക്കുമായിരുന്നു. ഈ തൃശ്ശൂർ കൊണ്ടുവന്നു അദ്ദേഹത്തെ പത്മജ പറയുന്ന പോലെ കൂടിയുള്ളവർ അദ്ദേഹത്തിൻ്റെ കാലുവാരാനായിരുന്നുവോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നു മുരളീധരനേക്കാൾ ഈ 2 സ്ഥാനാർത്ഥികളേക്കാൾ ഗംഭീരൻ സുനിൽകുമാറാണ്. അത് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് പറഞ്ഞതല്ല. സുനിൽകുമാർ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ, ഞാൻ കലാലയ സൗഹൃദം എന്ന പേരിൽ എന്നെ പണ്ടത്തെ കേരളക്കാരനാണ് ഞാൻ. എൻ്റെ ജൂനിയർ പിന്നീട് വന്ന് പഠിച്ചവരാണ് സുനിൽകുമാറും രാജനും ഒക്കെ. രാജാജി ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു, ഏകദേശം റോബ്സൺ ബേളും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി വിയോജിപ്പ് ഉണ്ടായിട്ട് പോലും ഈ സുനിൽകുമാർ അതുകൊണ്ട് മാത്രമല്ല, പല കാര്യത്തിൽ വിയോജിപ്പുണ്ട്, യോജിപ്പുണ്ട്. അപ്പോൾ ചെന്ന് ഇപ്പോൾ അതിൽ സച്ചിദാനന്ദൻ മാസ്റ്റർ ഭയങ്കര ഗംഭീരമായിട്ട് പ്രസംഗം നടത്തി. എനിക്കിത് പ്രസംഗം ഇഷ്ടപ്പെട്ടത് സാറാ ജോസഫ് പറ്റിയാണ്. സാറാ ജോസഫ് വളരെ കൃത്യമായി പറഞ്ഞു എങ്ങനെയാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. എല്ലാ സംരംഭങ്ങളിലും സുനിൽകുമാറിനെ കാണാമായിരുന്നു. പാഠം നികത്തുന്നതിനെതിരെ സുനിൽകുമാർ കാണാമായിരുന്നു. പ്ലാച്ചിമടിയിൽ ഞാൻ സുനിൽകുമാർ കാണുമെന്നു. ജനകീയ പ്രശ്നങ്ങളിലൊക്കെ സുനിൽകുമാറിനെ കാണുമെന്നു. താൻ ഏറ്റെടുത്ത വകുപ്പ്, കൃഷി വകുപ്പ് ഏറ്റവും ഗംഭീരമായി മട്ടുപ്പാവ് കൃഷി എന്ന് പറയുന്ന പരിപാടി സുനിൽകുമാറിൻ്റെ കാലത്താണ് വ്യാപകമായത്. കൃഷി വകുപ്പ് സജീവമായി എന്തെല്ലാം പരിപാടികൾ, വൈഗ, അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ. കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ കൃഷിയിടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം നേരിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സുനിൽകുമാർ മുന്നോട്ട് നിന്നു. ഇത്തരം ഒരാളെയല്ലേ, ജനകീയനായ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളെയാണ് ഏറ്റവും താഴ്ന്ന അന്തിക്കാടുള്ള സമര പോരാട്ട വീതികളിൽ, സമരത്തിൻ്റെ രക്തം വീണ വീടുകളിൽ നടന്നു നീങ്ങിയപ്പോൾ തൻ്റെ പൂർവികരോടൊപ്പം, അച്ഛനോടൊപ്പം, വീട്ടുകാരോടൊപ്പം വളർന്നു വന്ന ഒരാളെ അല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? അവിടെയാണ് എൻ്റെ ചോദ്യം. അങ്ങനെ തീർച്ചയായിട്ടും സുനിൽകുമാർ വിജയിക്കണം. അത് തൃശ്ശൂരിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് വാസ്തവത്തിൽ. ഞാൻ മറ്റുള്ളവർ വ്യക്തിപരമായിട്ട് എതിർക്കല്ല വാസ്തവത്തിൽ. മാത്രമല്ല രാഷ്ട്രീയമായിട്ടും വലിയ പ്രധാനമുണ്ട്. സുനിൽകുമാർ വിശ്വസിക്കാം കോൺഗ്രസ്സിൽ BJPയിലേക്ക് പോവില്ല എന്നുള്ളതാണ് വിശ്വസിക്കാം. പക്ഷേ മുരളീധരനെ അത്രമേൽ വിശ്വസിക്കാൻ സാധിക്കുമോ? മുരളീധരൻ ഇപ്പോൾ തോറ്റാലും പ്രശ്നമാണ്, ജയിച്ചാലും പ്രശ്നമുണ്ട്. കേരളത്തിൽ എത്ര കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുമെന്ന് പറയാൻ സാധിക്കില്ല. അവസാനം പോകുന്ന ആൾ കെ സുധാകരനായിരിക്കും.
വിചാരിക്കും അപ്പോഴെല്ലാം പോയിട്ടുണ്ടായിരിക്കും. അങ്ങ് VD സതീശൻ ചിലപ്പോൾ പോയില്ലായിരിക്കും. ബാക്കി ആരെയാണ് നമുക്കൊരു രമേശ് ചെന്നിത്തലയെ നമുക്ക് പൂർണ്ണ വിശ്വസിക്കാൻ സാധിക്കുമോ? ബാക്കിയുള്ളവരെ എണ്ണം നോക്കൂ നിങ്ങൾ വാസ്തവത്തിൽ. അവരൊക്കെ എപ്പോഴൊക്കെ ഇവിടെ ഇവിടെ BJP ശക്തമാവുന്നു അപ്പോഴൊക്കെ മാറും. ഇടതുപക്ഷത്ത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇടതുപക്ഷത്തിന് പെട്ടെന്ന് മാറാൻ സാധിക്കില്ല നേതാക്കൾക്ക്. നമ്മുടെ ഇയാളുണ്ടാവും ഇടുക്കിയിലത്തെ അദ്ദേഹത്തിൻ്റെ ചൂടൊപ്പിച്ച് അങ്ങോട്ട് പോകാനുള്ളതാണ്, ഞാൻ വിഷയമില്ല. പക്ഷേ അണികളിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ SFIക്കാരൻ പലപ്പോഴും മാറിയിട്ടുണ്ട്. പല വിയോജിപ്പുകളും ഞാൻ പറഞ്ഞല്ലോ, പല വീടുകളിൽ ഞാൻ കയറിയപ്പോൾ ഈ പുട്ടൂർ ബാങ്കിനെ കുറിച്ചിട്ടുള്ള അതൃപ്തി അവരിൽ. ഇവർക്കൊരു പണി കൊടുക്കണം, ഇവരുടെ അഹങ്കാരത്തിന് അടി കൊടുക്കണം. ഞാൻ കൺവിൻസ് ചെയ്തിട്ടും പഴയ പാർട്ടി കുടുംബത്തിന് സാധിച്ചില്ല. മാഷ്ടകാലമല്ല, ഇവരുടെ താല്പര്യം വേറെയാണ് എന്ന് പറയുന്ന ആളുകളെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ചരിത്ര ദൗത്യം നമ്മുടെ ദേശത്തിന് അപ്പുറമാണ്. നമ്മൾ വലിയ അപകടത്തിലേക്ക് പോകും. പക്ഷേ അവർക്ക് അവരെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ കരുവന്നൂർ പ്രശ്നം. കരിവന്നൂർ ബാങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ ആളുകളെ ആദ്യം ഒറ്റപ്പെടുത്തുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന കരൂർ ഈ ജില്ലാ നേതൃത്വം എവിടെയായിരുന്നു? കുട്ടല്ലൂർത്ത് ബാങ്കിൻ്റെ പ്രശ്നം ആദ്യം അവതരിപ്പിച്ചു, ഇവിടെ ജില്ലാ നേതൃത്വം എവിടെയായിരുന്നു? അപ്പോൾ ഇതെല്ലാം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ, ഇവിടെ ഒരുപാട് മനുഷ്യർ രക്തം കൊടുത്ത് ഈ വലുതാക്കിയ പ്രസ്ഥാനം, ത്യാഗം കൊണ്ട് ഉയർത്തിയ പ്രസ്ഥാനം നശിപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ചിലർ പറയുന്നു ഇതിലത്തെ നേതാക്കൾ വിദേശത്തേക്ക് പോകാൻ തയ്യാറായി. ഇവിടെ സ്ഥാനമില്ലെങ്കിലും ശാസ്ത്രീയോ സസ്പെൻഡ് കിട്ടിയാൽ വിദേശത്ത് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു, ബാഗൊക്കെ വെച്ചിട്ടിരിക്കണമെന്ന് ചിലർ. എന്തായാലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്. മൂന്നാം വട്ടം കേരളത്തിൽ പിണറായി വിജയൻ കൂട്ടിന് വരണമെങ്കിൽ അത് വളരെയധികം സ്വാഭാവികമായിരിക്കണം. നിരുപാധിക പിന്തുണ കൊടുക്കാൻ പറ്റില്ല. ഈ കാർക്കശ്യവും കുരുട്ടുബുദ്ധിയും അല്ലെങ്കിൽ അഴിമതിയും അങ്ങനെയൊക്കെ സ്വജനപക്ഷാതവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിർക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ മൂന്നാം വട്ടം കേരളത്തിൽ ഇടതുപക്ഷം വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വിജയിക്കണം. അതേ അവസരത്തിൽ ഇവിടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടുകൂടി ഈ പ്രാവശ്യം സുനിൽ കുമാറിനെ ഞാൻ വോട്ട് ചെയ്യാൻ ഇവിടെ പിണറായി വിജയൻ്റെയും നേതൃത്വം ഞാൻ അതേ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയെ നാഗശികാന്തം എതിർക്കുന്നു. ഇപ്പോൾ വടകരയിൽ ശൈലജ ടീച്ചറുടെ പ്രശ്നം ഉദ്ധരിച്ചിട്ടുണ്ട്. കെ രവിയോട് എനിക്ക് പറയാനുള്ളത്, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ശൈലജ ടീച്ചറെ എതിർക്കാം, പക്ഷേ വ്യക്തിഹത്യ ചെയ്യുന്നത് അപകടവും. എങ്കിൽ പോലും ഞാൻ പറയും അവിടെ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കണം. അത് ഷാഫി പറമ്പോട് സ്നേഹം കൊണ്ടല്ല, മറിച്ച് നമ്മൾ ശൈലജ ടീച്ചറുടെ അപവാദ പ്രചരണത്തിനെ എതിർക്കുന്നു. തീർച്ചയായിട്ടും കെ രവിയെ അപവാദ പ്രചരണത്തിൽ എത്ര പേർ എതിർത്തു? ശൈലജ ടീച്ചർ പോലും കൃത്യമായി പ്രതികരിച്ചില്ല എന്നുള്ള കുറ്റകരമാണ്. മാത്രമല്ല ഈ TP ചന്ദ്രനെ കൊല ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ശൈലജ ടീച്ചർ കാണിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കാൻ വേണ്ടി, കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വടകരയിൽ വിഷമത്തോട് പറയട്ടെ, ഷാഫി പറമ്പ് വിജയിക്കണം. എന്നാൽ കെ രമയും ഷാഫി പറമ്പിലും ഒക്കെ ഈ തരത്തിൽ വ്യക്തിഗത ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. ആ തരത്തിലേക്ക് മാറ്റരുത് സമൂഹത്തെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ അതെല്ലാം ഇതിൻ്റെ ദൗർഭാഗ്യ വശങ്ങളാണ്. തീർച്ചയായിട്ടും അതിനെല്ലാം മാറേണ്ടതാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പുനർവിചിന്തനം ചെയ്യണം. ഈ കണ്ണുരുട്ടി രാഷ്ട്രീയം മാറ്റിവെക്കണം. അതിന് എക്സാലോജിക്ക് പോലുള്ള സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. അത് നിയമപരമായി ശരിയായിരിക്കാം. ഒരു സഹായം ഇല്ലാതെ കാശെന്തിനാണ് മേടിക്കുന്നത്? ഇതെല്ലാം വലിയ ചോദ്യം. എന്നാൽ ഇതെല്ലാം നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് മറ്റുള്ള സംസ്ഥാനം നോക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അഴിമതി നടക്കുന്നു, നടക്കുന്നു. അവിടെയാണ് ഞാൻ നിങ്ങളോട് നരേന്ദ്രമോദിയോട് ചോദിക്കാറുള്ളത്, എന്ത് അർഹതയാണ് കേരളത്തിൽ വന്നിട്ട് കുറ്റം പറയാൻ? ഇവിടെ അഴിമതി. അവിടെ ജിഞ്ചാൽ എന്നുള്ള കോൺഗ്രസ് MP, ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ, വലിയ വ്യവസായി, അദ്ദേഹത്തിൻ്റെ ED കണ്ണുരുട്ടിയപ്പോൾ, ആദായ കണ്ണുരുട്ടിയപ്പോൾ അദ്ദേഹം BJPയിലേക്ക് എത്തുന്നു. അദ്ദേഹം ഫണ്ട് കൊടുക്കുന്ന ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൂടി അദ്ദേഹത്തിൻ്റെ കേസ് ഇല്ലാതാവുന്നു. എത്ര ആളുകളുടെ നമ്മുടെ
രാത്രി വളരെ മണിയായിട്ട് പറയണം എങ്ങനെയാണ് കേന്ദ്രം ഏകാധിപത്യത്തിലേക്ക് സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നത്, ഫാസിസ്റ്റ് ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിയമം, റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് സത്യം. ഈ സത്യത്തിന് മുന്നിൽ ഈ സമയത്ത് തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദിക്ക് എന്ത് പറയാൻ ഇവിടെ അവകാശം? കേരളത്തിൻ്റെ എല്ലാവിധ ആരോഗ്യ മേഖല, സ്കൂൾ, മറ്റുള്ള രംഗങ്ങളിലൊക്കെ ഈ ഉയർച്ച എവിടെയുണ്ട്? ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ ഏറ്റവും പ്രഥമ സ്ഥാനം കേരളത്തിനാണ്. അത് ഞാൻ പറയുക ഇടതുപക്ഷത്തിന് മാത്രം. ഇടതുപക്ഷം അതിൻ്റെ ഗുണകരമായ മാറ്റം ഉണ്ടാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ആളുകളാണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അപ്പോൾ എന്ത് പറയാൻ, ഏറ്റവും വലിയ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ നരേന്ദ്രമോദിക്ക് ഇവിടെ എക്സാലോജിക്കിൻ്റെ അഴിമതി പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മദ്യ നയത്തിലുള്ള വ്യത്യാസമുണ്ട്, അധികാരികളെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അദാനി ഗ്രൂപ്പ് ചെയ്ത തെമ്മാടിത്തരത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ഇലക്ട്രൽ ബോണ്ട് നടത്തിയ ഇതിന് നരേന്ദ്രമോദി ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഈ വർഗീയത പറയുന്ന നരേന്ദ്രമോദി ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഈ തരത്തിലൊന്നും കേരളം സ്വീകരിക്കപ്പെടുകയില്ല. നരേന്ദ്രമോദിക്ക് പറയാനുള്ള അർഹത എത്രത്തോളം ഉണ്ടെന്ന് കേരളത്തിന് അറിയാം. എന്നാൽ അദ്ദേഹം കുറേ ഗിമിക്കുകൾ കാണിക്കാൻ അദ്ദേഹം പ്രാപ്തമായിട്ടുണ്ട്. അതിജീവിക്കാൻ ഈ കണ്ണുരുട്ട് രാഷ്ട്രീയമല്ല, വലിയൊരു വിശാലമായ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കണം. ഞാൻ ഇടതുപക്ഷത്തെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ ഒരുപാട് മിച്ചഭൂമികളുണ്ട്. ആ മിച്ചഭൂമി പിടിച്ചെടുക്കാൻ കേരളമല്ലാതെ ഇക്കാലം അത്രയും ഏതെങ്കിലും സംസ്ഥാനം നേരിട്ട് വന്നിട്ടുണ്ടോ? ആ കാലത്തെ മിച്ചഭൂമി സമരം നടത്തുമ്പോൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? അതിനെ അനുകൂലിച്ചിട്ടുണ്ടോ? മതവാദിന്മാർ അംഗീകരിച്ചിട്ടുണ്ടോ? സമുദായ നേതാക്കൾ ഈ മിച്ചഭൂമി സമരത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? അട്ടിക്കൊണ്ടവർ സാധാരണ പ്രവർത്തകരും കർഷകരും തൊഴിലാളികളും ദളിതരും ഒന്നും നോക്കാതെ പ്രവർത്തിച്ചവരായിരുന്നു. അടികൊണ്ട് ജയിൽ കൊണ്ടവരെല്ലാം എടുത്തുകൊണ്ട് വേണ്ടി മുതലാളിമാരുടെ പൈസ, ആ പണക്കാരുടെ ഭൂമി അവരുടേതാണെന്ന് വിശ്വസിച്ചു. അല്ല, ഇത് മനുഷ്യരുടേതാണ്. നിയമവിരുദ്ധമായി ജനങ്ങളെ പറ്റിച്ച് ചൂഷണം ചെയ്ത് സൃഷ്ടിച്ചത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറഞ്ഞ സമരം ഏതൊരു പ്രസ്ഥാനമാണ് ഏറ്റെടുത്തിട്ടത്? ആ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് അപജയം ഇല്ല എന്നല്ല പറയുന്നത്. ആ പ്രസ്ഥാനത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ നോക്കിയിട്ടല്ല. തീർച്ചയായിട്ടും ഇന്നലകൾ നടന്ന സമര പോരാട്ടങ്ങളിൽ വീണമരുത്തി ധീരവൃത്തിരായ മനുഷ്യ രക്തസാക്ഷികളെ ആലോചിച്ചുകൊണ്ട്, സമര പോരാളികളെ ആലോചിച്ചുകൊണ്ട്, രക്തസാക്ഷികളെ ആലോചിച്ചുകൊണ്ട്, ദേശാഭിമാനികളെ മനുഷ്യരെ ആലോചിച്ചുകൊണ്ട്, ഇന്ന് നിലനിൽക്കുന്ന മുഴുവൻ ദരിദ്രരായ പീഡിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ടവരുടെ നാവായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സാധിക്കും എന്നുള്ള വിശ്വാസം കൂടിയാണ് ഇടതുപക്ഷ വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നത്. സുനിൽകുമാർ വിജയിപ്പിക്കുന്നവർ അതേ അവസരത്തിൽ തന്നെ ഇതിലും കാട്ടുകള്ളന്മാരുണ്ട്, കൊലപാതകളുണ്ട്, കള്ളന്മാരുണ്ട്. അവരെ ചെറുത്തോൽപ്പിക്കാൻ നാം ശക്തമായി നിൽക്കണം. അതും കൂടി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ടതാണ്. ഈ എല്ലാതര കൊലപാതക രാഷ്ട്രീയത്തെയും എല്ലാതര അഴിമതിയെ എതിർക്കുന്ന അതിവിശാലമായ ഒരു ഭൂമിക നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ കുഴപ്പമില്ലാന്നല്ല പറഞ്ഞത്, അതിനേക്കാൾ എത്രയോ വലിയ കുഴപ്പത്തിലാണ് നോർത്ത് ഇന്ത്യയും മറ്റൊരു സംസ്ഥാനവും നിലനിൽക്കുന്നത്. അത് നോക്കുമ്പോൾ കേരളം നിസ്സാരമാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മുന്നിൽ നിൽക്കുന്നു. നല്ലവരായ കോൺഗ്രസ്സുകാരും, നല്ലൊരു BJPക്കാരും, നല്ലൊരു RSകാരും, നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരും, ഇടയ്ക്ക് ഞാൻ പറയട്ടെ, പാർട്ടി വിമർശിക്കുന്നവർ, പാർട്ടിയുടെ കണ്ണുരുട്ടിൽ കാണുന്നവർ, പാർട്ടി എൻ്റെ കൂടെ ഞാൻ കലാല സൗഹൃദത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ തൊട്ടപ്പെടുത്ത ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തി. 40ഓളം കേസുണ്ട്. ഔദ്യോഗിക സ്ഥാനം ഉണ്ടായിരുന്നു, SFIയിലുണ്ടായിരുന്നു, പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ അവൻ പ്രധാനപ്പെട്ട നേതാവിനോട് ചോദ്യം ചെയ്തതോടുകൂടി അവൻ നിഷ്കാസിതനായി. ഇന്ന് അവൻ ഏതോ ഒരു സർവീസ് ചെറിയ ജോലിക്ക് പോവുകയാണ്. 2 കുട്ടികളുണ്ട്. ഇത്തരം ആളുകളുണ്ട്. അവരുടെ വിമർശനമുണ്ട്, അവർക്ക് രോഷമുണ്ട്. അയാൾ ഒരു രോഷമില്ല, അയാൾ പൊളിച്ചും കൂടി പിടിക്കുന്നു. പക്ഷേ നാട്ടുംപുറങ്ങളിൽ ഇങ്ങനെ രോഷമുണ്ട്. ഇവരുടെ അഹങ്കാരത്തിന് അടികൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിലല്ല അതിന് അടികൊടുക്കേണ്ടത്. ഇത് വലിയ വിശാലാർത്ഥത്തിൽ നാളെ ഇന്ത്യ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിൽ, ഭരണഘടന ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ പാർട്ടിയിലുള്ള പുഴുക്കുത്തുകളെ ചോദ്യം ചെയ്യണം. അവർക്കെതിരായിട്ടുള്ള നിരന്തര പോരാട്ടത്തിന് മുന്നിൽ നിൽക്കണം. അതിനുവേണ്ടി മരിക്കാൻ പോലും നിങ്ങൾ തയ്യാറാവണം. എന്തായാലും ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ പോരാടുന്ന വേളകൾ ഉണ്ടാകാതിരിക്കാൻ, മരിക്കാൻ, രക്തം നൽകാൻ നിങ്ങൾ ഓരോരുത്തർക്കും തയ്യാറാവണം. അതിൻ്റെ സൂചനയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് സുനിൽകുമാറിനെയും ഇടതുപക്ഷത്തെയും ഇന്ത്യ മുന്നണിയെയും സജീവമാക്കാൻ, വിജയിപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.